പുസ്തകങ്ങളെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ തുറക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായമാണ് ചിന്തയ്ക്കായിട്ട് കർത്താവ് തന്നിരിക്കുന്ന നിയോഗം. അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പുസ്തകങ്ങളെ തുറക്കുക. 16-ാമത്തെ അധ്യായം. 16-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ യാത്രകളുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുക. 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തീമത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു എന്ന് കാണുകയാണ്. ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. എന്നും ദൈവപ്രവർത്തനത്തിന് ഏറെ മുന്നേ ഇന്നത് സ്ത്രീ സമൂഹമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ മിഷണറി ആയിട്ട് നമ്മൾ കാണുന്നത് ആരാണ്? ശമരിയാക്കാരത്തി സ്ത്രീയാണ്. ഉദ്ധിതനായ ക്രിസ്തു ഉദ്ധിതനായെന്ന് ആദ്യം സാക്ഷ്യം പറഞ്ഞത് ആരാണ്? മറ്റുള്ളവരോട് ഓടിപ്പോയി പറഞ്ഞ ആരാ? സ്ത്രീയാണ്, അല്ലേ? സ്ത്രീ സമൂഹമാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന് എന്നും സ്ത്രീകളോട് ഭയങ്കര ആദരവായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്നു, അവിടെ വിശ്വാസമുള്ള യഹൂദ സ്ത്രീയുടെ മകനായി തീമത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോനിയിലുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. ആ വാക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പറഞ്ഞ്, വിശ്വാസമുള്ള അമ്മയുടെ സാക്ഷ്യമുള്ള മകനെക്കുറിച്ച് നമ്മളവിടെ കാണുക. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ്, വിശ്വാസമുള്ള അമ്മയുടെ സാക്ഷ്യമുള്ള മകൻ. ഒന്നുകൂടെ പറഞ്ഞ്, വിശ്വാസമുള്ള അമ്മയുടെ സാക്ഷ്യമുള്ള മകനെ കാണുകയാണ്. അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. എന്നാൽ അവൻ്റെ അപ്പൻ യവൻ എന്ന അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നല്ല. അവരെ വിചാരിച്ച് അവരെ പരിച്ഛേദന കഴിപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസിൻ്റെ റോമാലേഖനത്തിലെ വാക്കുകളെല്ലാം കൂടെ വായിക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പ്രാധാന്യം കൊടുത്തിരുന്ന, പുറമേയുള്ള പരിച്ഛേദനയല്ല ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണെന്ന് ആവശ്യമെന്ന് പറഞ്ഞിരുന്ന അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തീമത്തിയോസിനെ പരിച്ഛേദന ഏൽപ്പാനായിട്ട് നിർബന്ധിച്ചു എന്ന് കാണുന്നു. അവരെ വിചാരിച്ച് അവനെ എന്ത് ചെയ്തു? പരിച്ഛേദന കഴിപ്പിച്ചു. പരിച്ഛേദന യഹൂദന്മാരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സർക്കംസിഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത് ഡ്യുവൽ സ്റ്റാൻഡ് എടുത്തു എന്നുള്ളൊരു നിലപാടല്ല, മറിച്ച് മറ്റൊരു കാര്യമാണ്. യഹൂദന്മാർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീമത്തിയോസിന് പറഞ്ഞു, കുഞ്ഞെ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും നീ അങ്ങ് എന്ത് ചെയ്യുക? പരിച്ഛേദന കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. മറ്റൊരാൾക്ക് എന്താകാതിരിക്കാൻ ശ്രമിക്കുക? ഇടർച്ചയാകാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, മറ്റൊരാൾക്ക് ഇടർച്ചയാകാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് അനുഭവിക്കാൻ ഒക്കുമോ? ഇല്ല. എന്താ കാര്യം? മറ്റ് ചിലർക്ക് എന്താകും? ഇടർച്ചയാകും. അത് ഗൗരവമായിട്ട് ഓർക്കപ്പെടേണ്ട കാര്യമാണ്. വേറൊരാൾക്ക് നമ്മൾ മുഖാന്തരം എന്തുണ്ടാകരുത്? ഞാൻ ഈ ദിവസങ്ങളൊക്കെ പലയിടത്ത് പറഞ്ഞ എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു സംഭവം പറയാം, ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. കാരണം നമുക്കെല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ചെയ്യാൻ ഒക്കുമോ? ഇല്ല. ഈ കത്തോലിക് കസ്മാറ്റിക് പ്രീച്ചറായിട്ടിരിക്കുന്ന ഒരച്ഛൻ, ജോസഫ് മഞ്ഞളി അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ നല്ല രസകരമായ ശൈലിയിൽ പറയുന്ന ഒരച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു കാര്യം ഞാൻ കേട്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അച്ഛന് പറഞ്ഞ ഒരു കാര്യം, അച്ഛൻ മറൈൻ ഡ്രൈവിൽ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇങ്ങനെ പോയി, ചെറുപ്പമായിരിക്കും, മറൈൻ ഡ്രൈവിൽ പോയി. മറൈൻ ഡ്രൈവിൽ കൂടെ ഈ അച്ഛൻ കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്. മറൈൻ ഡ്രൈവ് എവിടെയെന്നറിയാമോ? കൊച്ചിയിലാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ സന്ധ്യയാകുമ്പോൾ ഒത്തിരി കിളികളെല്ലാം വന്നിരിക്കും. യുനോ വാട്ട് ഈസ് കിളികൾ? കിളി ആരാന്നറിയാമോ? കിളികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജോഡിയായിട്ട് വന്നിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാ എന്താ? കിളികൾ. ആണും പെണ്ണും ഇങ്ങനെ വന്നിരിക്കുക. അതിനിടയ്ക്ക് കൂടി ഇങ്ങനെ അച്ഛൻ നടക്കുക. അപ്പോൾ അച്ഛൻ നടക്കുമ്പോൾ ഒരു കൊച്ചി ചെറുക്കൻ അച്ഛൻ അങ്ങോട്ട് തിരിയുമ്പം അച്ചോ ഹൂയ്. അച്ഛൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവനങ്ങ് തല മാറ്റും. പിന്നെയും വിളിക്കും അച്ചോ ഹൂയ്. അച്ഛൻ ആകെ അങ്ങ് ദേഷ്യം അരിശം വന്നിങ്ങനെ പോന്നു. അപ്പോൾ അച്ഛൻ തന്നെ പറയുന്നൊരു കാര്യം, വൈകിട്ട് ബിഷപ്പ് ഹൗസിൽ ചെന്നപ്പോൾ ഇങ്ങനെ നിരന്ന് എല്ലാവരും കൂടി ഇരിക്കുക. അപ്പോൾ പ്രായമുള്ളൊരു അച്ഛൻ ഇപ്പുറത്തിരിപ്പുണ്ട്. അച്ഛനോട് പറഞ്ഞ, അച്ഛൻ ഞാനിന്ന് മറൈൻ ഡ്രൈവിൽ പോയി, എന്നിട്ട് ഒരു കൊച്ചി ചെറുക്കൻ, മൊട്ടേന്ന് വിരിയാത്തൊരു ചെറുക്കൻ, അവൻ എന്നെ കൂയിന്ന് വിളിച്ചു. മോശമല്ല ഞാൻ കാണിച്ചേ? ശരിയാണോ? അച്ഛനെ കൂയിന്ന് വിളിച്ചേ ശരിയാണോടാ? ശരിയാണോ? അല്ലെന്ന് രണ്ടും അവൻ പറഞ്ഞു. ശരിയാണെന്നും പറഞ്ഞു. ഒന്നുകൂടെ ചോദിച്ചപ്പം ശരിയല്ലെന്നും പറഞ്ഞു. ഏതായാലും
എന്നെ കൂയിന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എടോ താൻ എന്തിനാണ് ഈ മറൈൻ ഡ്രൈവിൽ പോയേ? അത് ഞാൻ കാറ്റ് കൊള്ളാൻ പോയാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ കഞ്ഞി കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, മഞ്ഞളി അച്ചോ എന്നാ അച്ഛാ? എടോ എന്തോ അച്ഛാ? അപ്പോൾ ഈ പ്രായമുള്ള അച്ഛൻ പറഞ്ഞു, എടോ മഞ്ഞളി എന്താ അച്ഛാ, എല്ലാ കാറ്റും നമുക്ക് കൊള്ളാനൊക്കത്തില്ല. എല്ലാ കാറ്റും നമുക്ക് കൊള്ളാനൊക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എല്ലാ കാറ്റും കൊള്ളുന്നത് തെറ്റില്ലെങ്കിലും എല്ലാ കാറ്റും നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല, കൊള്ളാനൊക്കത്തില്ല. ഒക്കോ ഇല്ല. എന്താ കാര്യം? ചിലത് കൊടുങ്കാറ്റാണ്. നമുക്ക് ചില സ്വാതന്ത്ര്യക്കേടുകളുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, സ്വാതന്ത്ര്യക്കേട്. അതുകൊണ്ടാണ് വേദോസം പറയുക, ഈ തീമത്യോസിനെ പരിച്ഛേദന കഴിപ്പാൻ വേണ്ടി എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ഡ്യുവൽ സ്റ്റാൻഡ് അല്ല ഇവിടെ കാണുക. നിങ്ങൾക്ക് എന്തുണ്ടാകണ്ട? ഇടർച്ച ഉണ്ടാകണ്ട എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ അങ്ങനെ 5-ാം വാക്യത്തിൽ കാണുന്നു, സഭകൾ വിശ്വാസത്തെ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന എന്ത് ചെയ്യുകയും ചെയ്തു? പെരുകുകയും ചെയ്തു. അപ്പോൾ സഭ 2 രീതിയിലാണ് വളരുക. 1 എണ്ണത്തിൽ വളർന്നു, 2 വിശ്വാസത്തിൽ വളർന്നു. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഗ്രോത്താണ്. 2 ഗ്രോത്തും ഉണ്ടാകും. ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് അധികം ആളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഉള്ളതിനെ അങ്ങ് കൊണ്ടെത്തിച്ചാൽ മതി. അങ്ങനെ ഒരു ഗ്രോത്ത് അല്ലിത്. 2 രീതിയിലും സഭ വളരണം. വിശ്വാസത്തിലും വളരണം, എണ്ണത്തിലും വളരണം. ചേർന്ന് പറഞ്ഞേ, വിശ്വാസത്തിലും വളരണം, എണ്ണത്തിലും വളരണം. 2024 കർത്താവ് നമുക്ക് ശേഷിപ്പിച്ചെങ്കിൽ നമ്മുടെ സഭകളെല്ലാം തന്നെ വിശ്വാസത്തിലും എണ്ണത്തിലും വളരണം. കരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. വിശ്വാസത്തിൽ വളരണം. അത് നമ്മൾ വിശ്വാസത്തിൽ വളരണം, എണ്ണത്തിൽ വളരണം. വിശ്വാസത്തിലും എണ്ണത്തിലും ഒരുമിച്ച് പറഞ്ഞ്, വിശ്വാസത്തിലും എണ്ണത്തിലും വളരണം. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമാണ്. വിശ്വാസത്തിലും എണ്ണത്തിലും വളരണം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആസിയയിൽ, ഏഷ്യയിൽ നമ്മുടെ ഭൂഖണ്ഡമാണ്. ഏഷ്യയിൽ വചനം പ്രസംഗിക്കേണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി എന്ന് കാണുന്നു. പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമ്മളെ എന്തു ചെയ്യും? വിലക്കും. ചിലപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും ദൈവാത്മാവ് നമ്മളെ എന്തു ചെയ്യും? വിലക്കും. വിലക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ അത് അറിയാം. എങ്കിലും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. വിലക്കുകളെ സ്വീകരിച്ച് വഴിമാറി പോകാനായിട്ട് കഴിയണം. പരിശുദ്ധാത്മാവ് എന്തു ചെയ്തു? വിലക്കി എന്നിട്ട് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പം പരിശുദ്ധാത്മാവ് ചിലപ്പോൾ എന്തു ചെയ്യും? വിലക്കും. വിലക്കി എന്നിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഒരു മാസിഡോണിയൻ കോൾ ഉണ്ടാകുക. മക്കദോന്യക്കാരനെ ഒരാൾ വന്ന് വിളിക്കുന്ന ഒരു ദർശനം ഉണ്ടാകുന്നു. ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി എന്ത് കണ്ടു? ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുമെന്ന് നിശ്ചയിച്ച് മക്കദോന്യയ്ക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ഫിലിപ്പിയിലേക്ക് ചെന്നു എന്ന് കാണുന്നു. കപ്പലിലാണ്. 11-ാം വാക്യം. അതൊരു പ്രധാനപ്പെട്ട കുടിയേറ്റ, റോമാക്കാർ കുടിയേറി പ്രാർത്ഥ റോമൻ അധീശത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു. 13-ാമത്തെ വാക്യം. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തു പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് എവിടെ ഇരുന്നു? പുഴവക്കത്ത് ഇരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അപ്പോൾ ഈ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള യാത്രയാണ്. ഒരു കോണ്ടിനെൻറ്റിനെ സ്പർശിക്കാനുള്ള വലിയൊരു ഉണർവ് നടക്കാൻ പോവുകയാണ്. ഈ യാത്രയാണ്. ഏഷ്യയിൽ ഇനി വചനം പറയണ്ടെന്ന് ദൈവാത്മാവ് എന്ത് ചെയ്തു? വിലക്കിയിട്ട് താൻ ആ വിലക്ക് സ്വീകരിച്ച് മക്കദോനിയ വിളി കെട്ടി എങ്ങോട്ട് പോകുന്നു? യൂറോപ്പിലേക്ക് പോവുകയാണ്. ഞാൻ ഈ ഭാഗമൊക്കെ ധ്യാനിക്കുമ്പോൾ ഇന്ന് ഈ മക്കദോനിയ വിളി പോലെ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും വിളിയാണ്. എവിടെ പോകാൻ? യൂറോപ്പിൽ പോകാൻ വേണ്ടിയുള്ള വിളിയാണ്, അല്ലേ? എല്ലാവരും ഇവിടെ പോവുക, യൂറോപ്പിലോട്ട് പോവുക. എല്ലാം IELTS എഴുതുന്നു. പണ്ട് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പോകുന്ന പിള്ളേർ ഇന്ന് +2 കഴിയുമ്പോഴേ പോവുക. ഇനിയിപ്പോൾ 7-ാം ക്ലാസ് കഴിയുമ്പം തൊട്ട് വിടുമോയെന്ന് അറിയത്തില്ല. എല്ലാത്തിനും കയറ്റി വിടുക. എവിടാ? യൂറോപ്പിൽ, കാനഡയ്ക്ക് പോവുകയാണ്. അങ്ങനെ ഒരു വിളി. അങ്ങനെ അങ്ങ് പോകുമ്പോൾ ഈ ഭാഗമൊക്കെ ഓർത്തിട്ട് വേണം പോകാൻ. അവിടെയൊക്കെ പോയി അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ എന്ത് ചെയ്തു? വിചാരിച്ചു. അപ്പം പോകുന്ന സ്ഥലത്ത് ആദ്യം എന്ത് തപ്പണം? പ്രാർത്ഥനാ സ്ഥലം തപ്പണം. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അമ്മമാരൊക്കെ ശ്രദ്ധിച്ചോണം. ഈ പിള്ളേർ പോയിട്ട് പറയും ഞങ്ങൾ ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുമെന്ന് പറയും. തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല, ഭാഷ അല്ല വിഷയം. പക്ഷേ ഇംഗ്ലീഷ് ചർച്ചിൽ പോകാൻ പ്രിഫർ ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം എന്താ? തലേ തുണിയിടണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അല്ലേ?
ആ തലേ തുണിയിടാണ്ടാകുന്ന ഒരു കാര്യമായിരിക്കാം, പൊക്കോട്ടെ. എന്നാലും അതിനും ഒരു കാര്യമുണ്ട്. ഈ മലയാളം ചർച്ചിനൊരു കുഴപ്പം പിടിച്ചൊരു പ്രശ്നമുണ്ട്. മലയാളം ചർച്ചിൽ വന്നില്ലെങ്കിൽ എന്നാ വരാഞ്ഞെന്ന് എന്തു ചെയ്യും? ചോദിക്കും. ഇംഗ്ലീഷ് ചർച്ചിൽ വേണേ വരണം, തോക്കുന്നൊരു കുറവാണ്. എന്നോടൊരു പാസ്റ്റർ പറഞ്ഞാണ്, ഒരു പെങ്കൊച്ച് സഭായോഗത്തിന് വന്നു, പിന്നെ 2 ദിവസം കാണാഞ്ഞപ്പം പാസ്റ്റർ ഇങ്ങനെ നിരന്തരം വിളിച്ചു, എന്നാ കുഞ്ഞാ വരാഞ്ഞെന്ന്. അവൾ തിരിച്ച് വിളിച്ച് പറഞ്ഞു, ഇനി എന്നെ വിളിച്ചാൽ ഞാൻ സ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. കേസ് കൊടുക്കും. കാരണം ദിസ് ഈസ് മൈ പ്രൈവറ്റ് മാറ്റർ. എനിക്ക് ഇഫ് ഐ നീഡ് യുവർ പാസ്റ്റർ കെയർ ഐ വിൽ ലെറ്റ് യു നോ. എന്നെ വിളിക്കരുത്. ഞാൻ എന്തിനു കൊടുക്കും? സ്യൂ ചെയ്യുക. സ്യൂ എന്നുള്ള വാക്ക് പോലും ഇവൾ കേട്ടത് അവിടെ പോയാൽ പിന്നായിരിക്കും. പക്ഷേ മലയാളം ചർച്ചിനൊരു പ്രശ്നമുണ്ട്. വന്നില്ലേ തിരക്കും. നിരന്തരമായിട്ട് വരാനൊക്കാത്തൊരു ദയവായി സഭയെ വരരുത്. കാരണം കാക്കയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. കാക്ക വന്നും ഒരു ദിവസം എന്ത് ചെയ്തേയില്ല, വന്നില്ല, അങ്ങ് പോയി. ചിലരങ്ങനെയാണ്, കാക്കയെ പോലാണ്. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്ക് വരത്തില്ല, പിന്നെ ഒരു ദിവസം എന്നേക്കുമായിട്ട് പോവുകയും ചെയ്യും. അല്ലേ? അങ്ങനെയാണോ? അങ്ങനെ ആകരുത്. അതുകൊണ്ട് എവിടെ പോയാലും ആദ്യം എന്തോ ഉണ്ടോ തിരക്കണം, പ്രാർത്ഥനാ സ്ഥലം ഉണ്ടോ എന്ന് തിരക്കണം. ആദ്യം തിരക്കേണ്ടത് എന്താ? അപ്പോൾ ഒരു കൊച്ച എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ പറയണം, അവിടെ എന്തോ ഉണ്ടോ, സഭയുണ്ടോ എന്ന് തിരക്കണം. നല്ലൊരു ദൈവദാസനെ പിടിച്ച് ആദ്യം അങ്ങ് ഏൽപ്പിക്കണം. 50% ഓക്കെ ആകും. 50% എന്താകും? ഓക്കെ ആകും. പിന്നെ വരുന്നുണ്ടോ എന്ന് തിരക്കണം. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനാ സ്ഥലം കണ്ടെത്തി. പക്ഷേ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് പോയിട്ട് എവിടെ ഇരുന്നു? പുഴവക്കത്തിരുന്നു. അപ്പോൾ അവിടെ ആദ്യത്തെ പ്രസംഗസ്ഥലം എവിടെ ആയിരുന്നു? പുഴവക്കത്തായിരുന്നു. ഇന്ന് ഈ പലർക്കും വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണ്. എല്ലാവർക്കും എന്തു ചെയ്യണം? സ്റ്റേജ് വേണം. സ്റ്റേജിന് വേണ്ടിയുള്ള ബഹളമാണ്. എനിക്ക് സത്യത്തിൽ ഈ സ്റ്റേജിലൊന്നും വലിയ കാര്യമില്ല. ഇന്ന് എല്ലാവർക്കും സ്റ്റേജ്, പടം, ഫോട്ടോ എല്ലാം പ്രശ്നമാണ്. എൻ്റെയും ഫോട്ടോ വരാറുണ്ട്. ഞാനൊരിക്കൽ പണ്ട് തെക്കൂന്ന് അങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ വട്ടപ്പാറ ആ വളവിന് എൻ്റെ ഒരു വലിയൊരു പോസ്റ്റർ ഇരിക്കുന്നു. അപ്പോൾ വണ്ടി ഓടിച്ച പിള്ളേർ പെട്ടെന്ന് വണ്ടി ചവിട്ടി, എന്നാണ് മക്കളെ എന്തുവാ അതുകൊണ്ട് അച്ഛൻ്റെ വലിയ ഫോട്ടോ ഓടിയിരിക്കുന്നു. അവർ തിരിച്ച് റിവേഴ്സ് എടുത്ത്. എന്തിനാണെന്നറിയാം? അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ഉള്ളതാണ് സന്തോഷം. പക്ഷേ എനിക്കത് കണ്ടപ്പം പേടിയാണ് തോന്നി. മരത്തെ എൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടപ്പം ഞാൻ ചിന്തിച്ചു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്, അല്ലേ? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം, അല്ലേ? അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്നറിയാമോ? ഈ കോൺടെസ്റ്റ് അല്ലെങ്കിലും, കോൺടെസ്റ്റ് അതല്ല കേട്ടോ. എന്നാൽ ഈ മരത്തെ കയറി ഇരിക്കുന്ന എല്ലാം ശാപമാണെന്നായിരിക്കും. പേടിയാ ഇതൊക്കെ കാണുമ്പോൾ. ഏതായാലും പുൾപിറ്റൊക്കെ ഭയങ്കര വിഷയമാണ്. ഇതിനു വേണ്ടിയുള്ളൊരു ഓട്ടമൊക്കെ അപകടകരമാണ്. ആദ്യം പ്രസംഗിച്ചത് എവിടെ? പുഴവക്കത്ത. ഞാനൊരു കല്യാണത്തിലിരിക്കുക ഒത്തിരി നാൾക്ക് മുമ്പ്. കല്യാണം തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു വാക്കുവാറ്റം, ഒരു അസ്വസ്ഥത. എന്നാണെന്നറിയാമോ? ഒരു പാസ്റ്റർ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെ വർഗ്ഗമാണ്, നിങ്ങളുടെ വർഗ്ഗമല്ല, ഞങ്ങളുടെ വർഗ്ഗമാണ്. എന്നാ കാര്യം ചോദിച്ചാൽ ഈ കല്യാണത്തിൻ്റെ പ്രോഗ്രാം ഷീറ്റില്ലേ മക്കളെ? കല്യാണം നടത്തുമ്പോൾ എന്തോ അടിക്കും? പ്രോഗ്രാം ഷീറ്റ്. ഓപ്പണിംഗ് പ്രയർ, ബ്രൈഡൽ മാർച്ച്, പ്രയർ, സംഗീതം വായന, പ്രയർ 1, പ്രയർ 2, പിന്നെന്താ പാട്ട്, മെസ്സേജ്, ഇങ്ങനെ. അതിനകത്ത് മെസ്സേജ് 1 ആണ് പുദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ചടിച്ചത്. അതാണ് വിഷയം. അപ്പം ഞാൻ പറഞ്ഞു, അതെന്തുവാ, കുഴപ്പമൊന്നുമില്ല, നമ്മൾ കയറുമ്പോൾ 10 പ്രാവശ്യം ശരിക്കും പേരെന്ത് ചെയ്തേക്കാം, പറഞ്ഞേക്കാം. പുള്ളിക്കാരൻ അങ്ങ് തുടങ്ങി, എൻ്റെ പേര് തെറ്റിച്ചാണ് പറഞ്ഞ്, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കത്തില്ല. പുള്ളിയെ സമാധാനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെന്തക്കോസ്ത് അല്ലാത്ത ഒരാളവിടെ വന്നു. അതൊരു കപ്പടാ മീശക്കാരനെ, പെണ്ണിന് ഒരു ബന്ധുവാണ്. എന്നാ വിഷയം? അത് ഈ പാസ്റ്റർ പേര് തെറ്റിപ്പോയി. അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ പോരെ ശരിക്കുള്ളത്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നോക്കത്തില്ല, മനഃപൂർവ്വമാണ്. എൻ്റെ പേര് തെറ്റിച്ചു, എനിക്കതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനിന്നിവിടെ പ്രസംഗിക്കത്തില്ല. ഉടനെ ആ കപ്പടാ മീശക്കാരൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളിന്നിവിടെ പ്രസംഗിക്കത്തില്ല, നിങ്ങളിന്നിവിടെ പ്രസംഗിക്കത്തില്ല. ഉടനെ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചോളാം. താനോ ഇന്നിവിടെ പ്രസംഗിക്കുമെന്നോ? ധൈര്യമുണ്ടോ? ഇന്നിവിടെ താൻ പ്രസംഗിച്ചെങ്കിൽ ഈ മൈക്കടിക്കാൻ ഇന്നിവിടെ കല്യാണം നടന്നില്ല വേണ്ടില്ല, തന്നെ ഇവിടെ പ്രസംഗിപ്പിക്കത്തില്ല. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യം. സത്യത്തിൽ എവിടാ പേര് വരാഞ്ഞേ? പ്രോഗ്രാം ഷീറ്റ്. ഈ പ്രോഗ്രാം ഷീറ്റ് എന്ന് പറഞ്ഞാൽ സാധനം എന്നാണെന്നറിയാമോ? അതായത് നമ്മൾ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് ടിഷ്യൂവേ പോയില്ലെങ്കിൽ അവസാനം തൂക്കുന്ന എന്തോ ഇട്ടാ
ആണ്ട് ഇങ്ങനെ തൂത്ത് കളയുന്ന എന്തോ ഇട്ടാ പ്രോഗ്രാം ഷീറ്റില്ല. അബദ്ധത്തിലാണ് എന്ത് വരാഞ്ഞ് പേര് വരാഞ്ഞത്. എൻ്റെ പൊന്നു പ്രിയരെ, ഈ പേരിൻ്റെ പേരിൽ, സ്ഥാനത്തിൻ്റെ പേരിൽ ഒന്നും വഴക്കുണ്ടാക്കല്ലേ, മനസ്സിലായോ? അതെല്ലാം ഒരു ഈഗോ ക്ലാഷാണ്. അതെല്ലാം പയ്യെ തിന്ന പനയും തിന്ന. ദൈവം തെരുക്കുന്ന അല്ലാതെ നമ്മളായിട്ട് പിടിച്ച് മേടിച്ചാൽ ഒരിക്കലും അത് ശുഭമാകത്തില്ല. പുഴവക്കത്ത് പോയി ദൈവം ഒരുക്കുന്ന സ്റ്റേജുകളുണ്ട്. അത് ദൈവികമായ കാര്യങ്ങളാണ്. അത് ആരുടെ സമയത്ത് നടക്കും? ദൈവത്തിൻ്റെ സമയത്ത് നടക്കും. പുഴവക്കത്ത് ഇരുന്നു അല്ലേ, അവിടെ കൂടി വന്നവരോട് എന്ത് ചെയ്തു? സംസാരിച്ചു. അവിടെ തുയത്തര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവനുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരാണ്? ലുദിയ എന്ന പേരുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അവളെ ദൈവഭക്തയായിരുന്നു. അവൾ രക്താംബരം വിൽക്കുന്നവളാണ്. കുടിയേറ്റക്കാരത്തിയാണ്. തുയത്തൈരിയ പട്ടണക്കാരത്തി ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. സാധാരണ ഇന്ന് സംഭവിക്കുന്ന പോലെ അതൊക്കെ തന്നെയാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കൊക്കെ ആദ്യം പോകുന്ന കൂടുതലും ആരാ? ബിസിനസ്സും സ്ത്രീകളുമാണ്. സ്ത്രീകളാരാ? നേഴ്സുമാരാ. പ്രവാസ ലോകത്താണെങ്കിലും ഗൾഫിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും യു കെയിലാണെങ്കിലും ആദ്യം പോയതല്ല ആരാ? നേഴ്സുമാരാ. ഇവൾ നേഴ്സല്ല, ബിസിനസ്സുകാരത്തെ. എന്നാലും ആരാ ആദ്യം പോയത്? ലുദിയാണ്. ലുദിയ അവിടെ ഉണ്ടായിരുന്നു. അവളും കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു. ഇനിയും 16 ബാക്കി. അവിടെ താമസിച്ചു അല്ലേ. വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു. നിങ്ങളെന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ വീട് ആർക്ക് വേണ്ടി തുറന്നു കൊടുത്തു? ദൈവദാസന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു. പലരും വീട് തുറക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അവനവൻ്റെ വീട് തുറക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് അല്ലേ. വീട് തുറക്കണം. ചില വലിയ കൂടിയ സെറ്റിയൊക്കെ ഇരിപ്പുണ്ട്. 10, 15, 20 വർഷമായിട്ട് പൊടി പോലും പിടിക്കാതിരിക്കുന്ന, സൂക്ഷിച്ചിട്ടില്ല, അവത്തെ ആരും ഇരുന്നിട്ടില്ല. ഞാൻ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ എന്നോടൊരു കാര്യം സംസാരിക്കും. ആരാന്നറിയാമോ? ഷോക്കേസിൽ ഇരിക്കുന്ന പ്ലേറ്റാണ്. അവരെന്നോട് പറയും, പാസ്റ്ററെ ഒന്ന് പറ, എന്നെ വല്ലപ്പോഴും ഒന്ന് ഉപയോഗിക്കാൻ. ആർക്കും ഉപയോഗിക്കാൻ നല്ല കിണ്ണം പ്ലേറ്റുകൾ അവിടെ ഇരിപ്പുണ്ട്. അതിനെയും ഉപയോഗിക്കാൻ വേണ്ടി സമയം ചേക്കുക. പക്ഷേ ഇവൾ വിശ്വസ്ത എന്ന് അവൾ പറയുന്നത്, എന്നെ വിശ്വസ്ത എന്ന് എണ്ണിയെങ്കിൽ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം? പാർക്കണം. അങ്ങനെയൊക്കത്തുള്ളൂ. വിശ്വസ്ത എന്ന് എണ്ണിയെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കണം. അപ്പോൾ ആ സഹോദരി അവളുടെ വീട് ആർക്ക് വേണ്ടി തുറന്നു? ദൈവദാസന്മാർക്ക് വേണ്ടി തുറന്നു. ഒന്ന് ആമേൻ പറഞ്ഞേ. ദൈവദാസന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു? തുറന്നു. അതുകൊണ്ട് ഇന്നും ആര് ഓർക്കപ്പെടുന്നു? ലുദിയ ഓർക്കപ്പെടുകയാണ്. എത്ര പേർക്കും ലിഡിയ ഒക്കെ പേരിടുന്നുണ്ട്. നോക്കൂ അതിൻ്റെ കാര്യം. അവളുടെ വീട് ആർക്ക് വേണ്ടി തുറന്നു? ദൈവദാസന്മാർക്ക് വേണ്ടി തുറന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു സഹോദരി അവരുടെ പുറകെ വന്നിട്ട് ഇങ്ങനെ അവരെക്കുറിച്ച് നല്ല കാര്യമാണ് പറയുന്നെങ്കിലും അത് അവരെ എന്ത് ചെയ്തു? മുഷിപ്പിച്ചു അല്ലേ, അസ്വസ്ഥപ്പെടുത്തി. മുഷിപ്പിച്ചു പറഞ്ഞേ. എന്ത് ചെയ്തു? ഇങ്ങനൊരു ആത്മാവുണ്ട്, മുഷിപ്പിക്കുന്ന ആത്മാവ് ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഈ നമ്മൾ വലിയ പാടുപെട്ടാണ്. ഞാനൊരു ദൈവദാസനായതുകൊണ്ട് പറയാം. പലപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഒത്തിരി പാടുപെട്ടാണ് ഒരു കൊയറൊക്കെ സെറ്റ് ചെയ്യുന്നത്. പഴയ പാട്ട് പാടിയാൽ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു പുതിയ പാട്ട് പഠിച്ച് പാടുമ്പോൾ ചിലർ പറയും, രാവിലെ നമ്മളൊന്ന് ആരാധിക്കാൻ വന്നപ്പോൾ ആർക്കും അഴിയാൻ വയ്യാത്ത ഒരു പാട്ടും കൊണ്ട് വന്നേക്കുക. എവിടെ നിന്ന് തപ്പിയെടുത്ത പാട്ടാ? 1980കളിൽ ഞങ്ങൾ ഒരു പാട്ടൊക്കെ ഞങ്ങൾ പാടുമ്പോൾ എന്തോ ആയിരുന്നു അന്ന്, എന്തോ ആയിരുന്നു. ഇതൊരു പഴയ ഈ അച്ചായൻ്റെ മോള് കൊയറിലുണ്ടെങ്കിൽ അച്ചായൻ ഇങ്ങനെ പറയുമോ? ഇല്ല, പുള്ളി കൈയടിച്ച് തുള്ളുന്ന കാണാം. പക്ഷേ വേറെ വല്ലവരും ആണ് കൊയറിലെങ്കിൽ പാട്ടെന്താവും? പഴയതാവും. ചിലർക്ക് ഈ സൗണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, ചുമ്മാ അത് പറയുന്ന. അവർ കുറച്ചാൽ കൂട്ടാൻ പറയും, കൂട്ടിയാൽ കുറയ്ക്കാൻ പറയും. മാറിയിരുന്നാൽ പോരെ? ആ മൈക്കിൽ ഇച്ചിരി പ്രശ്നമില്ലായിരുന്നു, മാറിയിരുന്നാൽ ഈ പ്രശ്നം അങ്ങ് തീർത്തരും. ചുമ്മാ അതങ്ങ് അസ്വസ്ഥപ്പെടുത്തുക. നമ്മുടെ ഒരു കൊച്ചൻ ഇതുപോലെ അവനെ അങ്ങ് അസ്വസ്ഥപ്പെടുത്തി. ഇപ്പോൾ അവനെ അച്ചാണ് പറഞ്ഞു, അച്ഛാ മര്യാദയ്ക്ക് ഇവിടെ നന്നാ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഇത് ലൈവല്ലേ? അതാണ് കുഴപ്പം. അപ്പോൾ നോക്കണേ. അപ്പോൾ സൗണ്ട് കൂടിയാൽ കുറ്റം, സൗണ്ട് കുറഞ്ഞ. ഞാനിങ്ങനെ പതുക്കെയൊക്കെ പ്രസംഗിക്കുമ്പം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നല്ല പ്രസംഗമൊക്കെ ആണെങ്കിലും ഒരു ഇതില്ല. ഏതാടാ?
ഒരിത് എന്താടാ, ഏതാ മോളെ, ഏതാ ഒരു എന്തുവാ ഒരിതില്ല. ഇനി ഞാൻ അത് ശക്തിയോടെ പറഞ്ഞാൽ, നിങ്ങളുടെ പാസ്റ്റൊക്കെ പറയുന്ന പോലെ ഞാൻ ഇച്ചിരി സ്പീഡിലും ശക്തിയിലൊക്കെ പറഞ്ഞാൽ പറയും, കൊള്ളാം, നല്ല പ്രസംഗം ആണെന്നാലും ഒരു ബഹളമാണ് അല്ലേ. അപ്പം ഇപ്പം ഇതൊക്കെ പറഞ്ഞാൽ കുറ്റം? എൻ്റെ പൊന്നറിയോ, ഞാൻ നല്ലപോലെ ചിരിക്കുമായിരുന്നു, ഇപ്പം എനിക്ക് ചിരിക്കാൻ പാടില്ല. ചിരിച്ചപ്പോൾ ഞാൻ ഒരു കമൻറ്റ് കേട്ടു, അവൻ ആ സ്ത്രീകളെ കാണുമ്പോഴത്തേനും അവനങ്ങ് ചിരിക്കുക. അപ്പം ഞാൻ വളരെ ഡീസൻ്റായി. പ്രൈസ് ദി ലോർഡ്. അപ്പം പറയും, അവനിപ്പം പവർ വിഷനിലൊക്കെ പോയപ്പോൾ അവൻ്റെ ചിന്ത അവൻ വലിയ ഗമയാണ്, ചിരിക്കാനൊക്കെയോ ഇല്ലടോ, അതും പൊട്ടടാ. ഞാൻ കരഞ്ഞപ്പം കേട്ടു, ഒരാളോട് ചോദിച്ചു കയറുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, അവൻ്റെ മോങ്ങ് കഴിയട്ടെ. സത്യം, ഒരാൾ പറയുകയാണ് അവൻ്റെ മോങ്ങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, കയറുന്നുള്ളൂ. അപ്പം കരഞ്ഞാൽ കുറ്റം, ചിരിച്ചാൽ കുറ്റം. ഫുഡ് കൊടുത്താൽ കേൾക്കും, അടിച്ചങ്ങ് ലാവിഷ. കഞ്ഞിയും പയറും ആക്കിയപ്പം കേട്ടു, ഇപ്പോൾ അറുത്ത കൈക്ക് എന്ത് ചെയ്യത്തില്ല. ഇപ്പോഴത്തെ എന്തോ ചെയ്യും പ്രിയരെ, എന്തോ ചെയ്യും. ഇതെല്ലാം കേട്ടിട്ട് ഇവരുടെ മുഖത്ത് നോക്കി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയണ്ടേ. കർത്താവ് വരുന്നുണ്ട്, നിങ്ങളെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ പറഞ്ഞ എല്ലാം തട്ടിത്തിരുമ്മി ഇവിടെ തന്നെ വരും. അതെങ്ങനെ വരും ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ വരും. ഭിത്തിയെല്ലാം നമ്മളോട് വന്ന കഥ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിൽക്കണമെങ്കിൽ എൻ്റെ ദൈവമേ കൃപ. അപ്പോൾ എന്തൊരു ആത്മാവുണ്ട്, മുഷിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഉണ്ടല്ലേ? ഉമ്മച്ചിക്കുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് ഇതൊക്കെ. അപ്പം നമ്മളൊന്ന് തിരിച്ചാൽ പറഞ്ഞ്, ഞാനിക്ക് എന്തോ ഉണ്ടോ, മുഷിപ്പിക്കുന്ന ഒരാത്മാവുണ്ട്. ഈ പ്രതിയോഗി അവളെ അങ്ങനെ മുഷിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. ഹന്നായെ തൻ്റെ പെനീന എന്ത് ചെയ്തു, മുഷിപ്പിച്ചു. അവരെ വിളിക്കുന്ന ഒരു പേരുണ്ട് വേദപുസ്തകം, അവളുടെ പ്രതിയോഗി അവളെ എന്ത് ചെയ്തു, മുഷിപ്പിച്ചു. അപ്പോൾ ഈ മുഷിപ്പിക്കുന്നവരെ പരിശുദ്ധാത്മാവ് എന്താ വിളിക്കുന്നത്? പ്രതിയോഗി എന്നൊരു പേര് വേദപുസ്തകം വിളിച്ച എന്തൊരു കഥമായിരിക്കും. പ്രതിയോഗി പ്രിൻസ് എന്ന് വേദപുസ്തകത്തിൻ്റെ താളിൽ എങ്ങാനും എഴുതിയെങ്കിൽ, പ്രതിയോഗി അന്നമ്മ, പ്രതിയോഗി മേഴ്സി, പ്രതിയോഗി ഇത് എന്നെങ്ങാനും എഴുതിപ്പോയെങ്കിൽ, അപ്പം മുഷിപ്പിക്കുന്നവരെ വേദപുസ്തകം എന്തെന്ന് വിളിക്കും? പ്രതിയോഗി. അങ്ങനൊരു പേര് മേളി വേണോ? വേണ്ട എങ്കിൽ എന്തോ ചെയ്യരുത്, മുഷിപ്പിക്കരുത്. കണ്ടോ, മുഷിപ്പിക്കുന്ന ഒരാത്മാ മുഷിപ്പിച്ചു. അപ്പം പൗലോസ് തിരിഞ്ഞ് അവരെ എന്ത് ചെയ്തു? ശാസിച്ചപ്പോൾ ആ ആത്മാവ് പോയിട്ട് അവിടെ യഹൂദന്മാരെ എന്ത് ചെയ്തു? ഇളക്കി. ഇപ്പം സത്യത്തിൽ ഈ സഭകൾ പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, ഇന്നും ഉണ്ടെങ്കിൽ, ഈ ഭൂതം പിടിച്ചവനെയും പിശാച് പിടിച്ചവനെയും എല്ലാം കെട്ടിയിട്ട് വരിഞ്ഞ് കൊണ്ടിടുന്ന സ്ഥലം എവിടായിരുന്നു? സഭയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അത്രയും നടക്കുന്നില്ല. എന്നാ കാര്യം ചോദിച്ചാൽ, ഈ മുഷിപ്പിക്കുന്ന ആത്മാവ് വിട്ടുപോയപ്പോൾ ഇളക്കിയിട്ട് പൗലോസിനെ പിടിച്ച് എവിടെ ആക്കി? തടവിലാക്കി. അവിടെ നിന്ന് ആത്യന്തികമായിട്ട് അത് അനുഗ്രഹമാണെന്നെങ്കിലും ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഇവനെ ഇറക്കി വിടുമ്പോൾ. അപ്പോൾ എന്നോടൊരു പാസ്റ്റർ പറഞ്ഞു, പുള്ളി ഭയങ്കര ഭൂതം ഇറക്കുകാരനാണ്. പുള്ളി ഒരുക്കി ഇറക്കിയ ഭൂതം ഇറങ്ങിയപ്പോൾ ലൈറ്റേ നോക്കി ചിരിക്കുമ്പോൾ ലൈറ്റ് ഫീസ് അടിച്ചു പോകും. ഇങ്ങോട്ട് നോക്കി ചിരിച്ചപ്പോൾ അത് ഫീസ് അടിച്ചു. എവിടെ നോക്കി ചിരിച്ചാലും ആ ലൈറ്റെല്ലാം എന്ത് ചെയ്യുക? ഫീസ് അടിച്ച് പോവുക. അവസാനം ഒരു എമർജൻസി കൊണ്ടുവച്ച് ചിരിച്ച് കാണിച്ച്, എമർജൻസി ഷൂ പെട്രോമാക്സ് കൊണ്ടുവച്ച് മാൻറ്റിലടിച്ചു പോയി. അങ്ങനത്തെ പിശാച് ഇറക്കി വിട്ടു. വീട്ടിൽ ചെന്നപ്പം അമ്മായിമ്മയും മരുമോളും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് ഭാര്യ വീട്ടിൽ പോകാൻ നിൽക്കുക. ആ പിശാചിനെ ആരിറക്കി വിടും? അതുകൊണ്ട് പുള്ളി ഇപ്പം പറഞ്ഞു, ഇപ്പം ഭൂതം ഇളകിയാൽ പുള്ളി പറയും നിശബ്ദമായിരിക്കുക. എന്താ കാര്യം ചോദിച്ചാൽ, ഇവിടെ ഇളക്കിയാൽ അവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇളക്കിയാൽ അവിടെ ഇളകും. അവിടെ ഇളകാതിരിക്കാൻ വേണ്ടി ഇപ്പം എന്ത് ചെയ്തേക്കുക? മനസ്സിലാകുന്നുണ്ടോ നിങ്ങളാട്ടെ ഇളകാത്ത എന്നാന്ന്? ഇവിടെ ഇളക്കിയാൽ അവിടെ ഇളകാതിരിക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്യും? നിശബ്ദമാക്കി വെച്ചേക്കുക. ഏതായാലും ഇളക്കി കഴിഞ്ഞപ്പോൾ ഈ പിശാച് പോയിട്ട് അവിടെ എന്ത് ചെയ്തു? ഇളക്കി. ഇനിയുമാണ് നമ്മൾ യൂറോപ്പിൻ്റെ ഉണർവ് കാണുകയാണ്. യൂറോപ്പിലേക്ക് ചെന്നു. ആദ്യത്തെ അനുഭവം എന്ത് ചെയ്തു? അവരെ പിടിച്ച് ആ കോലുകൊണ്ട് അടുപ്പിച്ചു, വളരെ അടുപ്പിച്ചു. 23 വസ്ത്രം ഉരിഞ്ഞ് കോലുകൊണ്ട് വളരെ അടുപ്പിച്ച് ആ അകത്തെ തടവിലാക്കി, കാലാമത്തിലിട്ട് പൂട്ടി. അകത്തെ തടവിലാക്കി കാലെന്ത് ചെയ്തു? ആമത്തിലിട്ട് എന്ത് ചെയ്തു? പൂട്ടി. അപ്പം ഓർക്കണേ, എന്ത് വില കൊടുത്താ ഇന്ന് കാണുന്ന യൂറോപ്പിലേക്ക്, അന്ന് അവിടെ ഉണ്ടായിരുന്ന അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്തേക്ക് പോകുമ്പോൾ
എന്ത് വില അവർ കൊടുത്തു നോക്കിയേ. ഇതുപോലാണ് ആദ്യം ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തുമാത്രം വില കൊടുക്കണം. കൊടുത്തു, അടിച്ചു, ആ കാലെവിടെ ഇട്ടു? ആമത്തിലിട്ടു, അകത്തെ തടവിലാക്കി. ഇനിയും 25-ാം വാക്യം, അർദ്ധരാത്രി പൗലോസും ശീലാസും എന്തു ചെയ്തു? പ്രാർത്ഥിച്ചു. എപ്പോഴാണ് പ്രാർത്ഥിച്ചത്? അർദ്ധരാത്രി പ്രാർത്ഥിച്ചു. വളരെ ഗൗരവമായിട്ട് ഓർക്കണേ. എപ്പോഴും പ്രാർത്ഥിച്ചു? അർദ്ധരാത്രി പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 119-ൻ്റെ 62-ാമത്തെ വാക്യത്തിൽ കാണുന്നു. സങ്കീർത്തനം 119-ൻ്റെ 62 കാണുന്നു, അങ്ങയുടെ നീതിയുള്ള വിധികൾ ഹേതുവായി അങ്ങയെ സ്തുതിക്കേണ്ടതിന് ഞാൻ എപ്പോൾ എഴുന്നേക്കും? അർദ്ധരാത്രി എഴുന്നേക്കും. എല്ലാവരും പറഞ്ഞേ, എപ്പോൾ എഴുന്നേക്കും? അപ്പോൾ എപ്പോൾ എഴുന്നേക്കണം? അർദ്ധരാത്രിയിൽ 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമാണ്. സത്യത്തിൽ ഈ വാച്ച് നൈറ്റ് സർവീസൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഈ സമയത്ത് വെക്കുന്ന ഈ സമയത്തിൻ്റെ പ്രാധാന്യമല്ല വിഷയം. ഒരു ഇയർ പോകുന്നു, ഒരു ഇയർ വരുന്നു, ഒരു ദിവസം പോകുന്നു, മറ്റൊരു ദിവസം വരുന്നു. ആ ദിവസത്തിൻ്റെ വാതിലാണത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ വാതിലിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. അവിടെ പറയുന്നു അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അർദ്ധരാത്രിയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എപ്പം പ്രാർത്ഥിക്കാം? അർദ്ധരാത്രി പ്രാർത്ഥിക്കാം. 1 മിനിറ്റ് ആണെങ്കിലും ഒന്ന് ഉണർന്ന് അർദ്ധരാത്രി പ്രാർത്ഥിച്ച. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് എൻ്റെ പിതാവിന് ദൈവം കൊടുത്തൊരു ദർശനമാണ് അർദ്ധരാത്രി പ്രാർത്ഥിക്കുക. താൻ മരിക്കുന്നതിനും വരെയും അത് തുടർന്നു. പിന്നത്തേതിലും അധികം ഒഴിവാക്കാതെ ഞങ്ങൾക്ക് തുടരാൻ ഒത്തു എന്ന് വന്നു. അല്ലെങ്കിൽ പോലും മിക്കപ്പോഴും തുടരാൻ ഒത്തു. അർദ്ധരാത്രി പ്രാർത്ഥിക്കുക. അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ഭയങ്കര അനുഗ്രഹമാണ്. അങ്ങയുടെ നീതിയുള്ള വിധികൾ ഹേതുവായി അങ്ങേ സ്തുതിക്കേണ്ടതിന് ഞാൻ എപ്പോൾ എഴുന്നേക്കും? അർദ്ധരാത്രി എഴുന്നേക്കും. അർദ്ധരാത്രി മറ്റൊരു പ്രത്യേകത അർദ്ധരാത്രി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആരും സഹായിക്കാനില്ലാത്ത സമയത്തെ വിളിക്കുന്ന ഒരു പേരാ എന്ത്? അർദ്ധരാത്രി. സ്വാതന്ത്ര്യം അർദ്ധരാത്രി ഒരു പുസ്തകമുണ്ടല്ലോ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. സ്വാതന്ത്ര്യം, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. അപ്പോൾ അർദ്ധരാത്രി പൗലോസും ശീലാസും എന്തു ചെയ്തു? പ്രാർത്ഥിച്ചു. 2, അവർ ദൈവത്തെ എന്തു ചെയ്തു? പാടി സ്തുതിച്ചു. അപ്പം അവർ യൂറോപ്പിലേക്ക് ചെല്ലുകയാണ്. അവർ ആ ഭൂതത്തെ ശാസിക്കുന്നു. ലുദിയ രക്ഷിക്കപ്പെടുന്നു, അവരുടെ വീട്ടിൽ താമസിക്കുന്നു. അതിനുശേഷം അടുത്തത് വരുന്നത് അവരെ ഭൂതത്തെ ശാസിക്കുന്നു, മുഷിപ്പിക്കുന്നു, ആത്മാവിനെ ശാസിക്കുന്നു, അവരെ പിടിച്ച് അടിക്കുന്നു, അവരെ തടവിലാക്കുന്നു. എപ്പായി? അർദ്ധരാത്രിയായി. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും എന്തു ചെയ്തു? പ്രാർത്ഥിച്ചു. ആ വാക്കെല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തു ചെയ്തു? പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ച് പറഞ്ഞേ, പ്രാർത്ഥിച്ചു. ഇനിയും നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആരാണ്? നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആരാ? യേശു ക്രിസ്തുവ. തെളിവ് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാമത് അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. കർത്താവായ യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കണ്ടോ? ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിഷ്യന്മാർ അവിടത്തോട് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ എന്തു ചെയ്യണേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ആരുടെ അടുക്കലാണ് അവർ ചെന്ന് പറഞ്ഞത്? യേശുവിൻ്റെ അടുക്കൽ. ഏത് യേശു? പ്രാർത്ഥിച്ച യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാരമാണ്. വേണ്ടും വേണം മക്കൾ എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥിക്കുന്നില്ല. മക്കൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, തന്നെ മക്കൾ എന്തു ചെയ്യും? പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കാതെ പിള്ളേരെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ പിള്ളേരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അവർ കാണട്ടെ പ്രാർത്ഥിക്കുന്നത്. ഒരു അവൻ അപ്പനോട് ചോദിച്ചെന്ന്, ഞാൻ എന്നാണ് അപ്പനാകുന്നത്? അപ്പനങ്ങ് ദേഷ്യം വന്നു. മുട്ടയെന്ന് വിരിഞ്ഞില്ല, അവനിപ്പോൾ അപ്പനാകണം. മുട്ടയെന്ന് വിരിയാത്തവനെ അപ്പനാകണമെന്ന് ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞ് മനസ്സിലാകുന്നത്. അപ്പനെന്നും വന്ന് കസേര കിടക്കും, ഇച്ചിരി അടിച്ചിട്ടാ. അവനോട് ചോദിക്കുക, ഇന്നപ്പ പ്രാർത്ഥിച്ചോടാ? ഇല്ല. മോൻ പോയി പാട്ട് പാടിക്കേ. പാട്ട് പാടി പ്രാർത്ഥിച്ച് വേദസം വായിച്ച് 23-ാം സങ്കീർത്തനം വായിച്ചു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കടാ. പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞു. അപ്പോൾ പാട്ട് പാടി പ്രാർത്ഥിച്ചു, വേദവസം വായിച്ചു, കഴിഞ്ഞു. എന്നാൽ പോയി കഴിച്ചിട്ട് കിടന്ന് എന്ത് ചെയ്തോ? ഉറങ്ങി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവന് പിടികിട്ടി, അപ്പനായ പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, ഞാൻ എന്നാണ് അപ്പനാണ്? അപ്പോൾ അപ്പനായ എന്ത് ചെയ്യണ്ട? അല്ല, സത്യമായിട്ട് ചോദിച്ചാൽ ഈ പിള്ളേരൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. എപ്പോൾ എത്ര അപ്പന്മാരുണ്ട്?
കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുന്ന എത്ര മക്കളുണ്ട്. ശ്രദ്ധിക്കണേ. അവരെ പ്രാർത്ഥിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുകയൊന്നും വേണ്ട. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. തന്നെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യരും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിച്ചാലേ എൻ്റെ വിശ്വാസികൾ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിക്കത്തുള്ളൂ. അല്ലേ? സാധാരണ എപ്പിസ്കോപ്പൽ സഭകളില്ലാത്ത ഒരു കാര്യം വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ കാണാറുണ്ട്. വേർപെട്ട ദൈവമക്കൾ മിക്കവരും ഇവിടെ ഇല്ല, ഇവിടെ അങ്ങനെ കാണത്തില്ല. ഇരിക്കുമ്പോൾ സ്തോത്രം ആടും. ഹല്ലേലൂയാ. ഈ ആടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? രാവിലെ വരുമ്പോൾ സ്റ്റേജിലിരുന്ന ഒരാൾ ആടുന്നുണ്ട്. ആരാ? പാസ്റ്റർ. ആടുന്ന പാസ്റ്ററുടെ വിശ്വാസികൾ എന്തു ചെയ്യും? ആടും. കുറ്റം പറയുന്ന ഉറയ്ക്കാത്തതുകൊണ്ട് ആടും. അപ്പം പ്രാർത്ഥിച്ച യേശുവിൻ്റെ ശിഷ്യന്മാരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാലേ നമ്മുടെ മക്കൾ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിക്കത്തുള്ളൂ. യേശു പ്രാർത്ഥിച്ചു, ശിഷ്യന്മാരും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. യേശു പഠിപ്പിച്ചു അവരെ എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എന്താ കാര്യം? യേശു അവരെ വേറെ ഒന്നും പഠിപ്പിച്ചില്ല. എന്താ പഠിപ്പിച്ചു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. രോഗശാന്തി പഠിപ്പിച്ചോ? ഇല്ല. നിങ്ങൾ പോയി രോഗശാന്തി ചെയ്യാനേ പറഞ്ഞുള്ളൂ. യേശു അവരെ പ്രസംഗം പഠിപ്പിച്ചോ? ഇല്ല. യേശു അവരെ എന്തോ പഠിപ്പിച്ചു? യേശുവിനറിയാം പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം എന്തു ചെയ്യും? നടക്കും. പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടക്കും, ഭൂതശാന്തി നടക്കും, പ്രസംഗവും കെട്ടും, ദൂതും കെട്ടും, എല്ലാം കെട്ടും. എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. എന്ത് ചെയ്താൽ മതി? അതുകൊണ്ട് യേശു കർത്താവ് എന്താ പഠിപ്പിച്ചേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് എന്ത് ചെയ്യാൻ പഠിപ്പിച്ചു? പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചവൻ ഇതെല്ലാം ചെയ്യുമോ? ചെയ്യും. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എങ്ങനെ പഠിപ്പിച്ചേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ അവർ അന്ന് പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്ന ഒരു രീതിയില്ല. യാവേ എന്നുള്ള പേര് ഉച്ചരിക്കാൻ പേടിക്കുക. അതുകൊണ്ട് യഹൂദൻ വാ കഴുകിയ ദൈവനാമം ഉച്ചരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ പറയുന്നുണ്ട്, അപ്പം ഞാൻ നിന്നോടും സ്വർഗമെന്ന് സബ്സ്റ്റിറ്റ്യൂട്ടാണ്, ദൈവത്തിന് പകരമുള്ളൊരു വാക്കാണ്. അപ്പം ഞാൻ നിന്നോടും സ്വർഗത്തോടും എന്ത് ചെയ്തു? പാപം ചെയ്തെന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡാണ്. പ്രിയരെ, യാവേ എന്ന് പറയാൻ പോലും പേടിയുള്ള അവരോട് ദൈവം പറഞ്ഞു, വിളിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഏറ്റവും വലിയൊരു അറിവ് അവിടെ കൊടുക്കുക. ദൈവം നമുക്ക് ആരാണ്? പിതാവാണ്. എന്ത് പിതാവാ? ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്നൊരു പിതാവുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം പറയുന്നു, ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന ആരുണ്ട്? പിതാവുണ്ട്. ഉണ്ടോ? ചോദിച്ച് കിട്ടിയ അനുഗ്രഹങ്ങളാണോ കൂടുതൽ? ചോദിക്കാതെ കിട്ടിയതാണോ? ചോദിക്കാതെ കിട്ടുന്നതാണ് അനുഗ്രഹം കൂടുതൽ. ഹല്ലേലൂയ. ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന ആരുണ്ട്? പിതാവുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ചെയ്തേ. ഞാനൊരു പ്രാവശ്യം ഈ തെക്കൂന്ന് അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരു 4-4:30 എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് ഈ ചെമ്മീൻ പ്രോൺസ് ഉണ്ട്, അത് ഞാൻ വരുന്ന വഴിക്ക് മേടിച്ച നിങ്ങളുടെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി മേടിച്ച. പക്ഷേ എനിക്ക് വീട്ടിലോട്ട് പോകാൻ സമയമില്ല, ആരെങ്കിലും ഒരാൾ ടൗണിൽ വരെ ഒന്ന് വിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാര് വരുന്നുണ്ട്, വീട്ടിൽ പോകാൻ സമയമില്ല, പുള്ളിയുടെ കൈ കുറച്ച് പ്രോൺസ് ഉണ്ട്, ചെന്ന് മേടിച്ചോളാൻ പറഞ്ഞു. ടൗണിലോട്ട് ആരെങ്കിലും വിടാൻ പറഞ്ഞു. ഞാൻ പ്രോൺസ് ഉണ്ട് ടൗണിൽ വിടാൻ പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് കരയുന്ന കേൾക്കാം. പ്രോൺസ് പറഞ്ഞപ്പോൾ എന്തിനാ കരയുന്നേ? അവൾ പെട്ടെന്ന് കരയുന്നു, വിതുമ്പുന്നു. ഫോണിൽ കൂടെ കരച്ചിൽ കേൾക്കാം, വിതുമ്പൽ കേൾക്കാം. ഞാൻ ചോദിച്ചു, എന്തിനാടി കൊച്ചേ കരയുന്നേ? അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, അമ്മ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി പ്രോൺസ് ബിരിയാണി വെച്ചുകൊണ്ട് വന്നു, ഞങ്ങൾക്കെല്ലാം ഷെയർ ചെയ്തു. എന്തോ രുചിയായിരുന്നറിയാം. അമ്മ കുറച്ച് പ്രോൺസ് മേടിച്ച് ഒരു നല്ല പ്രോൺസ് ബിരിയാണി വെച്ച് തരാമോ? എന്നിട്ട് എടുത്ത വായിൽ ഒരു തള്ള്, ഒരു കൊട്ട്. എന്നാണെന്നറിയാം, നടക്കത്തില്ലെന്നറിയാം ഈ വീട്ടിൽ, പിന്നെ പറഞ്ഞെന്നേ ഉള്ളി. നടക്കത്തില്ലെന്നറിയാം, പിന്നെ എന്ത് ചെയ്തേ ഉള്ളൂ, പറഞ്ഞേ ഉള്ളൂ. ഇത് പറഞ്ഞ് വായിലോട്ടിടുകയും എന്നെ ഒരാൾ വിളിച്ചു, പ്രോൺസുമായിട്ട് വരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടുന്നാ? ഉച്ച കഴിഞ്ഞ് ആലപ്പുഴ വഴി വന്നപ്പം കണ്ടപ്പം തോന്നി നിങ്ങൾക്ക് മേടിച്ചേക്കാം. അപ്പം ഞാൻ മക്കളെ വിളിച്ച് പറഞ്ഞു, പ്രോൺസ് ബിരിയാണി വേണമെന്ന് ഉച്ചയ്ക്ക് ആഗ്രഹിച്ചു. പറഞ്ഞോ? ഇല്ല. വീട്ടിൽ പോയി എന്ത് ചെയ്യണം? പറയണം. അന്നേരം ഉച്ചയ്ക്ക് ആലപ്പുഴ വഴി വന്ന ഒരാളോട് പറഞ്ഞു മേടിച്ചോളാം. ചെറിയൊരു കാര്യമാണെങ്കിലും വലിയ സംഭവമൊന്നും അല്ലത്. എനിക്കും അറിയാം വലിയ സംഭവമല്ലെന്ന്. പക്ഷേ എനിക്കത് വലിയ സംഭവമായി. എന്നാ കാര്യം? ഞാൻ കുഞ്ഞോട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മക്കളാണെങ്കിലും ചോദിച്ചാൽ കിട്ടും.
വലിയ പണക്കാരുടെ മക്കളാണ് ചോദിച്ചാൽ കിട്ടും. പക്ഷെ ചോദിക്കാതെ കിട്ടുന്നൊരു മക്കളുണ്ടെങ്കിൽ അത് ഈ തമ്പുരാൻ്റെ മക്കളാ. നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന സ്വർഗസ്ഥനായ ഒരു അബ്ബായുണ്ട്. അബ്ബായേന്ന് സ്തോത്രം ചെയ്ത് വിളിച്ച് നമ്മൾ കുറച്ചുകൂടെ ദൈവത്തോട് അങ്ങ് ഇൻറ്റിമസി ആകണം. ഇത് കുറച്ചുകൂടെ സത്യത്തിൽ നമ്മുടെ പരസ്യപ്രാർത്ഥനയും നല്ല വാക്കുകൾ വേണം. പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥനയിലും നിത്യനും വിശുദ്ധനും ഉന്നതനും ഉയർന്നവനൊന്നും വിളിക്കരുത്. കർത്താവ് ചോദിക്കുക, ആരെയാണ് വിളിക്കുന്നത്? നമുക്ക് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, പരസ്യപ്രാർത്ഥനയെക്കുറിച്ച് നല്ല വാക്കുകളൊക്കെ നല്ലതാണെങ്കിലും ഒറ്റയ്ക്കുള്ള വാക്കുകളെങ്കിലും ദൈവത്തെ അബ്ബാന്ന് വിളിക്കാൻ കഴിയണം. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ആരുണ്ട്? അബ്ബ ഉണ്ട്. ചോദിക്കും മുമ്പ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മറക്കരുത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അടുത്ത വാക്യം, അങ്ങയുടെ നാമം എന്താകണം? വിശുദ്ധമാകണം. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അവർ അർദ്ധരാത്രിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ആര്? യേശു പഠിപ്പിച്ചു. ആരാ മക്കളെ പഠിപ്പിച്ചേ? യേശു പഠിപ്പിച്ചേ. എങ്ങനെ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ പദവിയാണ് തന്നത്. ഈ ദൈവം നമുക്ക് യേശുവിലൂടെ ആരാണ്? പിതാവാണ്, അപ്പായാണ്. അപ്പം അപ്പാന്ന് വിളിക്കാൻ ലഭിച്ച പദവി ചെറിയൊരു പദവിയാണോ? അല്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നാളെയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? വിചാരപ്പെടേണ്ട. നാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെട്ടോളാം. നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നൊരു ദൈവം ഉയരത്തിലുള്ളത് കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. അവൻ നമ്മുടെ പരിപാലകൻ, നമ്മുടെ വലത്ത് ഭാഗത്ത് നമുക്ക് തണല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം എന്താക്കപ്പെടണേ? വിശുദ്ധമാക്കപ്പെടണം. ആ വാക്ക് എല്ലാവരും പറഞ്ഞേ. അങ്ങയുടെ നാമം എന്താക്കണം? വിശുദ്ധമാക്കണം. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് സറാഫുകൾ ഇടതടവില്ലാതെ രണ്ടുകൊണ്ട് പാദം മൂടി മുഖം മൂടി പറക്കുകയാണ്. പിന്നെന്തിനാ യേശു കർത്താവ് പഠിപ്പിച്ചത്? ദൈവമേ, അങ്ങയുടെ നാമം പൂജിതമാക്കപ്പെടണമെന്ന്, വിശുദ്ധമാക്കപ്പെടണം. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ നാമം എന്താണ്? വിശുദ്ധമാണ്. പ്രിയരെ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ നാമം എന്താ? വിശുദ്ധമാണ്. പക്ഷേ ഒരു കാര്യം, വിശുദ്ധമാണോ? ആണ്. ആ ദൈവം പഠിപ്പിച്ചു പ്രാർത്ഥിക്കണം. അങ്ങയുടെ നാമം എന്താക്കണം? പൂജിതമാക്കപ്പെടണം. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഇതാണ്, പരിശുദ്ധമായ ദൈവനാമം ഭൂമിയിൽ പരിശുദ്ധമാകുന്നതോ വിശുദ്ധമാകുന്നതോ ആരിലൂടെ? നമ്മളിലൂടെയാണ്. നമ്മളിലൂടെ ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടാം. നമ്മളിലൂടെ ദൈവനാമം എന്ത് ചെയ്യപ്പെടാം? ദുഷിക്കപ്പെടാം. എപ്പോഴും പ്രാർത്ഥിക്കണേ, കർത്താവെ, വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ ഒത്തില്ലെങ്കിലും, വലിയ മിഷൻ വർക്കൊന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിക്കണം, ദൈവനാമം ദുഷിക്കാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവനാമം എന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ഈ റാന്നിക്കാർ സ്നേഹം കൂടിയാൽ വിളിക്കുന്നൊരു വാക്കുണ്ട്, ഇച്ചിരി അടിച്ചാൽ പിന്നെ അവരെല്ലാവരെയും വിളിക്കുക അളിയാന്ന. ഭയങ്കര സ്നേഹം. അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അളിയന്മാരുണ്ട്. അതിലൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയനെ എവിടാ? ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഇപ്പം ഇട്ടിപ്പാറയ്ക്ക് വരണം, ടൗണാ. ഞാൻ പറഞ്ഞു, വരാൻ നേരെയില്ല, ഞാൻ വരത്തില്ല. അല്ലളിയാ, ഇപ്പം വരണം, എമർജൻസിയാണ്, വന്നേ ഒക്കത്തുള്ളൂ. എന്താ കാര്യം? അളിയൻ വരണം ഇപ്പം. കാര്യം ചോദിച്ചപ്പോഴല്ലേ പറയുന്നേ, ബിവറേജ് കോർപ്പറേഷൻ കുപ്പി വിൽക്കുന്നിടത്ത് ക്യൂ നിപ്പുണ്ട് നമ്മുടെ ഒരു പാർട്ടി വിശ്വാസിയാണ്, നമ്മുടെ സഭയിൽ വരുന്ന. അവൻ ക്യൂ നിപ്പുണ്ട്. എന്തോ മേടിക്കാനാ? കുപ്പി മേടിക്കാൻ. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനങ്ങ് വരാം. അവൻ്റെ മുമ്പിൽ കൂടെ 2 വട്ടം നടക്കുമ്പോൾ അവൻ എന്നെ എന്തു ചെയ്യും? കാണും, പിന്നെ വരത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. അളിയൻ എവിടെ ഉണ്ട്? ഞാൻ അവൻ്റെ ക്യൂവിൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു 3 ക്യൂവിൽ ഒരു 2-3 പേരുടെ പുറകിൽ നിന്നുകൊണ്ടാണ് അളിയൻ വിളിക്കുന്നത്, അളിയ ബാ, ഇവനിവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അളിയൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിവിടെ എന്തു ചെയ്യാം? നിൽക്കാം. പക്ഷെ നീ ഇവിടെ എന്തു ചെയ്യരുത്? നിൽക്കരുത്. അതിനെ നീ എന്നാ കുഴപ്പം? ഞാനും ഇന്ത്യൻ പൗരനല്ലേ, ബിവറേജ് കോർപ്പറേഷൻ എനിക്ക് വേണ്ടിയുള്ളതല്ലേ. പക്ഷെ നീ എന്താ ഇവിടെ നിന്നാ കുഴപ്പം? നീ വിശ്വാസിയായതുകൊണ്ട് ദൈവനാമം ദുഷിക്കും. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവമേ, നമ്മൾ മുഖാന്തരം ദൈവനാമം എന്തു ചെയ്യരുത്?
ദുഷിക്കരുത്. നമുക്ക് വലിയ കാര്യങ്ങൾ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മളറിയാതെ ദൈവനാമം ദുഷിക്കുന്നത്. നമ്മുടെ സംസാരം. എന്നെ ഒരിക്കൽ ഒത്തിരി നാക്കുമ്പോൾ ഞാൻ വിദേശത്തൊക്കെ പോയിട്ട് പോകുന്ന ആദ്യ കാലങ്ങളിലൊക്കെ പോയിട്ട് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഒരു RSS സമൂഹത്തിൽപ്പെട്ട അതിൻ്റെ ഒരു വോളണ്ടിയറായിട്ടുള്ള ഒരു സഹോദരൻ, എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്, പ്രാണസ്നേഹിതനായിരുന്നു, ഒന്നിച്ച് പഠിച്ച. അവൻ എന്നെ വിളിച്ചു, ഡാ നീ ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ലടാ. എന്നടാ? എൻ്റെ കൂട്ടുകാരനല്ലേ, നീ വിദേശത്ത് എങ്ങാണ്ട് പോയേക്കുമായിരുന്നോ? ആയിരുന്നു. എടാ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, നീ ഞായറാഴ്ച രാവിലെ വല്ല വേദപുസ്തകമൊക്കെ വായിച്ച് നല്ല പ്രസംഗിക്കണം, ഈ പോയ കഥകളൊന്നും പറയരുത്. ഞാൻ ചോദിച്ചു, നിനക്കെന്നടാ, നീ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലടാ, ഇന്ന് യോഗം കഴിഞ്ഞിട്ട് എൻ്റെ ഓട്ടോയിലാണ് നിങ്ങളുടെ കുറേ പേര് കയറിപ്പോയി. അപ്പോൾ അവർ പറയുന്നു, ഒരുത്തൻ പോയിട്ട് വന്നിട്ട് അവരുടെ വിശേഷം പറയുക, ഇവൻ പോയത് അവൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ പോരായിരുന്നു? നമ്മളോട് ഇതിനാ പറയുന്നത്. ഇതെവിടെ നിന്നുകൊണ്ട് പറഞ്ഞു? എൻ്റെ RSSകാരൻ, സത്യം, അവൻ RSSകാരനാ, അവനെൻ്റെ സ്നേഹിതനാ. അവൻ എന്നെ ഉപദേശിച്ചു, നീ ഇങ്ങനൊന്നും പറയണ്ട, ഈ ഓട്ടോറിക്ഷ ആയിരുന്നു പറയേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. എന്തോ ദുഷിക്കും? ദൈവനാമം ദുഷിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ദൈവനാമം എന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. ഞാൻ MAക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കളാണ്, ചങ്ക്, എന്താണ് പിള്ളേരെ പറയുക, ചങ്ക് ബ്രോസാണ്, ചത്ത കൂടെ നിൽക്കുന്ന പിള്ളേരാ, എന്നെ സ്നേഹിതരായിരുന്നു. അവരെല്ലാം കൂടെ, ഞങ്ങളുടെ ഒരു ഗായികയുണ്ട്, നല്ല ഗായികയായിരുന്നു. അവർ പറഞ്ഞു, നമുക്ക് ഫെയർവെല്ലുണ്ട്, അപ്പം കോളേജിൻ്റെ ഫെയർവെല്ലുണ്ട്, ടൂറ് പോകുന്നുണ്ട്, ഇതെല്ലാം അല്ലാതെ ഞങ്ങളുടെ ഒരു ചങ്കിൻ്റെ ഫെയർവെൽ എവിടാ? കൊമരകത്തൊരു ഷാപ്പി വെച്ചാ, നീ വരണം. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ലടാ, എനിക്ക് ഒന്നാമത്തെ കാര്യം പേടിയാ ഷാപ്പിൽ പോകാൻ, 2 കള്ളിന് ഷെയർ തരത്തില്ല, കാരണം സ്വത്രാജ്യ പൈസയും കൊണ്ട് ഞാൻ വരുന്നത്, അതുകൊണ്ട് എനിക്ക് കള്ളിന് ഷെയർ തരാൻ നോക്കത്തില്ല. അപ്പോൾ അവർ കണ്ടീഷൻ വെച്ചു, കള്ളിന് ഷെയറും തരണ്ട, നീ പൈസയും തരണ്ട, കള്ളും കുടിക്കേണ്ട, നീ കപ്പയും മീനും തിന്നാൽ മതി, നീ വരണം. അവസാനം ഞാൻ അവരോട് പോയി. ആ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ അമ്മയും കൊണ്ടൊരു വീട്ടിൽ പോയി. ആ വീട്ടിലെ സുവിശേഷം പറയാൻ അമ്മയുടെ കൂടെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്മ എൻ്റെ അമ്മയെ കണ്ടിട്ട് എന്നെയും കണ്ടിട്ട് അവിടുത്തെ മോനോട് പറഞ്ഞു, എൻ്റെ മോനെ ഓർത്തിരിക്കുക, അങ്ങ് സങ്കടമായി, ഇവൻ ഇച്ചിരി ഉഴപ്പായി, ഇവനെ കൂട്ടുകെട്ട് കൂടുതല, മോനെ നീ പ്രിൻസ് മോനെ കണ്ട് പഠിക്കുക, അവന് നല്ല ചെറുക്കനാ, ഞായറാഴ്ച വന്ന് ഇവനെ കൊണ്ടുപോകണേ. ഞാൻ പറഞ്ഞടാ വരണം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരിക്കുമ്പോൾ എനിക്ക് കപ്പയും മീനും തന്നു. അവരെല്ലാം കള്ളെടുത്ത് വെച്ചു. മോളെ സത്യം ഞാൻ കുടിച്ചില്ലടി, നീ എന്നെ നോക്കല്ലടി, ഞാൻ കുടിച്ചില്ലടി കൊച്ചേ, നീ വിശ്വസിക്കേ, ഞാൻ കുടിച്ചില്ല. പക്ഷേ ഞാൻ കപ്പയും മീനുമായിട്ട് ഇവിടെ ഇരിക്കുക, അവരെല്ലാം കള്ളു കുടിക്കുക, വലിയ കുടിയൊന്നും അല്ല, എന്നാലും ഒരു സന്തോഷം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 3-4 ബൈക്ക് വന്നിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അതിലൊരു പയ്യൻ, ഈ പയ്യനാ. അമ്മ പറഞ്ഞില്ലേ ഞായറാഴ്ച വന്ന് എന്ത് ചെയ്യണം? വിളിച്ചുകൊണ്ട് പോകണം. എന്തോ ചെയ്യാനാ? ഞാൻ അവിടെ നിന്ന് ഉരുകി, ഭൂമി അങ്ങ് താണു പോണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ നിലത്തിരുന്ന് അവിടുത്തെ ഒരു പലക ഇളകി കിടന്ന് തല്ലി പൊട്ടിച്ചിട്ട് വലിഞ്ഞ് നിരങ്ങി പുറത്തിറങ്ങി. വല്ല ഗതികേടുണ്ടോ? എന്താ കാര്യം? ഞാൻ കുടിച്ചോ? ഇല്ല, സത്യമായിട്ടും കുടിച്ചില്ല. പക്ഷേ അവനെന്നെ കണ്ടായിരുന്നെങ്കിൽ അവൻ്റെ അമ്മയോട് എന്ന് പറഞ്ഞേനെ, കണ്ടു പുന്നാര മോനെ, എവിടാ? ഷാപ്പില. എന്തോ ദുഷിക്കും? ദൈവനാമം ദുഷിക്കൂടാ. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചോനെ, കർത്താവേ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ദുഷിക്കരുതേ. അയ്യോ എൻ്റെ പൊന്നു പ്രിയരെ, വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, നിങ്ങൾ ഛത്തീസ്ഗഡിൽ പോയി രക്തസാക്ഷി ആയില്ലെങ്കിലും, മണിപ്പൂരിലേക്ക് മാർച്ച് നടത്തിയില്ലെങ്കിലും ഒരു കാര്യം ചെയ്യണേ, ദൈവനാമം ദുഷിക്കാതിരിക്കാം. കാര്യം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മളിലൂടെ, നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ ഒരു 3 തലമുറ അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ജനിക്കാൻ പോകുന്ന മക്കൾ വരെ കൂടെ ദൈവമേ ദൈവനാമം ദൂഷിപ്പിക്കല്ലേ കർത്താവേ. ദൈവനാമം വളരെ ഗൗരവമായിട്ടും കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ദൈവനാമം ദൂഷിക്കാതിരിക്കാൻ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം കേട്ടോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം എന്താകണേ? വിശുദ്ധമാകണമേ. 2024 ദൈവം നമുക്ക് തരികയാണെങ്കിൽ പ്രാർത്ഥിക്കണം, ദൈവമേ ദൈവനാമം ദുഷിക്കാൻ ഇടയാകരുത്. പക്ഷെ ചെറിയ കാര്യങ്ങളിലൂടെ എന്തുയരാം? ദൈവനാമം എന്തു ചെയ്യാം? മഹത്വപ്പെടാം. ചെറിയ കാര്യം മതി, നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്യണ്ട. കൊച്ചു കാര്യങ്ങളിലൂടെ ചിലപ്പോൾ എന്തു ചെയ്യാം?
ദീർഘവർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം. ദീർഘവർഷങ്ങൾക്ക് മുമ്പാണ്. ഉച്ച കഴിഞ്ഞു, നമ്മൾ ഞായറാഴ്ചത്തെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ച ആരാധന എല്ലാം കഴിഞ്ഞൊരു 3-4 മണിയായപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ ആഡംബര കാറ്, നല്ലൊരു ബെൻസ് പോലത്തെ ഒരു വലിയ കാറ്, ഓർക്കുന്നില്ല കമ്പനി എന്താണെന്ന്, ഏതായാലും വലിയ ആഡംബര കാറാണ്. അത് വന്ന് മുറ്റത്ത് ഇന്നു. അതിനകത്തുനിന്ന് അജാനബാഹുവായ നല്ല സുമുഖനായ ഒരു നല്ല വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട ഒരാൾ കയറി വന്നു. അലക്കി തേച്ച കണ്ടാലേ അറിയാം ഏതോ വലിയ പ്രമുഖനായ ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ പ്രിൻസിൻ്റെ വീടാണോ? ആണോ? അദ്ദേഹം ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാനാ. അദ്ദേഹം വന്നിട്ട് എനിക്കൊരു വലിയ കേക്ക് തന്നു, ടോക്കൺ ഓഫ് മൈ ലവ്. ഞാൻ ചോദിച്ചു എന്താ കാര്യം? പറയാം, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അപ്പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവം, അദ്ദേഹം ഞങ്ങളുടെ ഒരു വേറൊരു വഴി കൂടെ തൻ്റെ വാനെ പോവുക. വലിയ ബിസിനസ്സുകാരനാണ്. ശനിയാഴ്ച കളക്ഷൻ കഴിഞ്ഞ് പോവുക. കോടിക്കണക്കിന് രൂപയുടെ കളക്ഷൻസ് ലിക്വിഡ് ക്യാഷായി അദ്ദേഹത്തിൻ്റെ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ ഇച്ചിരി ഇരുട്ടുന്നു. പുള്ളിക്ക് ആ സ്ഥലത്തൂടെ പോയപ്പോൾ മനസ്സിനൊരു പേടി. പുള്ളി തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ പടിക്കൽ കൂടെ വന്നു. ഞങ്ങളുടെ പടിക്കൽ കൂടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ടയർ പഞ്ചറായി. സ്റ്റെപ്പിന് നോക്കിയപ്പോൾ സ്റ്റെപ്പിനും പഞ്ചറാണ്. മാറിയിടാനുള്ള ആരോഗ്യമൊന്നും ഈ സഹോദരനില്ല, അതിനുള്ള കാര്യങ്ങളും ഇല്ല. അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് വെച്ച് കോടിക്കണക്കിന് രൂപ വണ്ടിക്കകത്തിരിക്കുക. അപ്പോഴാണ് ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർമാരും കൊച്ചു പിള്ളേരും എല്ലാവരും കൂടെ യോഗത്തിന് പോകാൻ നേരത്ത് അവർ വന്ന് വണ്ടിയെ കയറി നോക്കിയപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന നോക്കിയപ്പോൾ സ്റ്റെപ്പിനി ഇല്ല. ഇനി സ്റ്റെപ്പിനി കൊണ്ട് ഇത് അഴിച്ചുകൊണ്ട് ടയർ മാറിക്കൊണ്ടിടുമ്പോൾ സമയം പോവും. അപ്പോൾ വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞ് യോഗത്തിന് പോകാൻ സമയമായി, എന്തോ ചെയ്യണം. അവർ വണ്ടി എടുത്തു. ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിനകത്ത് ഒരാൾ ഇരുന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ടയർ പൊട്ടിയ ഒരാളെ കണ്ടിട്ട് മാറിക്കൊടുക്കാതെ എങ്ങാനും പോയെന്ന് പ്രിൻസാനെങ്ങാനും അറിഞ്ഞെങ്കിൽ ഇന്ന് എല്ലാത്തിനും കിട്ടുമെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം കേട്ടു. ഉടനെ അമ്മമാരെ തിറങ്ങി പിള്ളേരെ ലച്ചാടുക്ക് പിടുക്കുന്ന ഒരുത്തൻ പിന്നെ ജാക്കി വെച്ചു, ഒരുത്തൻ അഴിച്ചു, ഒരുത്തൻ പിടിച്ചു, ഒരുത്തൻ കൊണ്ട് മാറിക്കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് വിട്ടു. അപ്പം പുള്ളിക്കാരൻ തിരിച്ചു വന്ന് പറഞ്ഞ എന്നാണെന്നറിയാമോ, ഇത് ഈ ചർച്ചിൻ്റെ കൾച്ചറാണ്. ആൻഡ് ദാറ്റ് കൾച്ചർ ഈസ് ദ കൾച്ചർ ഓഫ് ദ പാസ്റ്റർ. ഞാനൊരു കത്തോലിക്കനാണ്, പക്ഷേ നിങ്ങളെ ഒന്ന് കണ്ട് അഭിനന്ദിക്കണം തോന്നിയിട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് വന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ ആളാണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ നമ്പറൊക്കെ പോയി, എങ്കിലും തിരുവല്ല കോട്ടയത്തിനിടയ്ക്ക് എന്താവശ്യം ഏത് രാത്രി ഉണ്ടായാലും സഹായിക്കാൻ ഒക്കുന്ന ബന്ധങ്ങളുള്ള ഒരാളാണ് ഞാൻ, അത്രയും മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം കാർഡൊക്കെ തന്നിട്ട് പോയി. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു കാര്യം മതി എന്തുയരാൻ, ദൈവനാമം മഹത്വപ്പെടാൻ. ചെറിയൊരു കാര്യം മതി എന്ത് ദുഷിക്കാൻ, ദൈവനാമം ദുഷിക്കാൻ. അതുകൊണ്ട് പ്രിയരെ, കർത്താവിൻ്റെ നാമം ഉയരാനായിട്ട് പ്രാർത്ഥിച്ചേ. ദൈവനാമം അശുദ്ധമാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചേ. ഒരു വാക്കിലൂടെ പോലും ദൈവനാമം അശുദ്ധമാകല്ലേ എന്ന് പ്രാർത്ഥിച്ചേ. കരം ഉയർത്തി പ്രാർത്ഥിച്ചേ. ചെറിയ വിഷയങ്ങളിൽ പോലും ദൈവനാമം അശുദ്ധമാകല്ലേ. വിശുദ്ധീകരിക്കപ്പെടണം. ഒരു വാക്കിലോ ഒരു പ്രയാസത്തിലോ ഒരു വസ്തുതർക്കത്തിലോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു കുടുംബം വീതം വെക്കുമ്പോഴോ ഒന്നും വിട്ടുകൊടുത്തേക്കണം. ദൈവമേ അങ്ങയുടെ നാമം ദുഷിക്കേണ്ട അപ്പ, എല്ലാം ദൈവമല്ല തരുന്നേ, നമ്മളല്ലല്ലോ. അങ്ങയുടെ നാമം എന്താകണേ, വിശുദ്ധമാകണമേ. പ്രാർത്ഥിച്ചു. ഇനിയും എങ്ങനെ പ്രാർത്ഥിക്കണം? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ കാണുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ആത്മാവ് താനും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ. അപ്പം നമ്മളെയൊക്കെ വേണ്ടി പക്ഷപാതം. അപ്പം വേണ്ടും പോലെ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ. പ്രാർത്ഥന പഠിപ്പിക്കുന്ന ആരാ? യേശു കർത്താവാണ്. സഹായിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ. എങ്ങനെ പ്രാർത്ഥിക്കാൻ? വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കാൻ? വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. അപ്പം യേശു ക്രിസ്തു പഠിപ്പിച്ചു, നമുക്കൊരു അബ്ബായുണ്ട്. 2, അങ്ങയുടെ നാമം എന്താകണം? അപ്പോൾ പ്രധാന പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കണം? ദൈവനാമം എന്ത് ചെയ്യരുത്, ദുഷിക്കരുത്. വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കണേ. ദൈവനാമം എന്ത് ചെയ്യരുത്, ദുഷിക്കരുത്. എപ്പോഴും ഓർക്കപ്പെടണം, ദൈവനാമം എന്ത് ചെയ്യരുത്, ദുഷിക്കരുത്. ഈ സഭാവഴക്കുകളും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ആരാ ദുഷിക്കപ്പെടുന്നത്? ദൈവനാമം. ഇതിനകത്തൊക്കെ കമൻറ്റ് പറയുന്നത് ഒരു ബന്ധവും ഇല്ലാത്തവർ വന്ന് കമൻറ്റ് പറഞ്ഞ് പോകുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ദൈവമേ അങ്ങയുടെ നാമം എന്തുമാത്രം ദുഷിക്കപ്പെടുന്നേ, അങ്ങയുടെ നാമം എന്ത് ചെയ്യരുതേ, ദുഷിക്കരുതേ. 2, വേണ്ടും പോലെ പ്രാർത്ഥിക്കണം. ആര് പഠിപ്പിക്കും? യേശു കർത്താവ് പഠിപ്പിക്കും. ഇങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കണം? അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ദ മോഡ് ഓഫ് പ്രയർ.
പല നിലകളിൽ വേദപുസ്തകത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാണ് മുട്ടുകാലിൽ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. മുഴങ്കാലുകളിൽ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാൽ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നു, എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? മുട്ടുകുത്തുന്നു. പേർ വരുവാൻ കാരണമായ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നു? മുട്ടുകുത്തുന്നു. പല പിന്നെ കല്യാണങ്ങളിലൊക്കെ ഇപ്പോൾ അതൊക്കെ കുറവാണ്, ഡ്രസ്സൊക്കെ പാടായതുകൊണ്ട്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ചെറുക്കനും പെണ്ണ് എന്ത് ചെയ്യും? മുട്ടുകുത്തിക്കും. എന്തിനാണെന്നറിയാം? മുട്ടുകുത്തുന്ന ഒറ്റ കാര്യത്തിനാണ്. നവകുടുംബം പിറന്നു വീണതേ ഉള്ളൂ, പക്ഷെ പിതാവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക? മുട്ടുകുത്തുക. എൻ്റെ സഭയിലുണ്ടായിരുന്ന ഒരു കുഞ്ഞ്, അവൻ്റെ പേര് പീറ്റർ എന്നാണ്. അവന് ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ ജോലിക്ക് കയറിയതാ. കല്യാണപ്രായം അടുത്തു, കല്യാണങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അവനെന്തോ ഒരു ക്ഷീണമൊക്കെ ആയിട്ട് എൻ്റെ സഹോദരി, എൻ്റെ പെങ്ങൾ അന്ന് അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ എല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അവന് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, കല്യാണം കഴിക്കാൻ പാടാ. അത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലേ. അങ്ങനെ കഴിക്കണമെങ്കിൽ ഒന്നുകിൽ ആ പെൺകുട്ടി അറിഞ്ഞേ കല്യാണം കഴിക്കാൻ ഒക്കത്തുള്ളൂ. അറിഞ്ഞൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. അവനൊരു കാര്യം തീരുമാനിച്ചു, ഈ അസുഖം മാറിയെന്ന് ബോധ്യപ്പെട്ടിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. ഒരു കുട്ടിയും ചതിക്കണ്ട, പറയാതിരിക്കണ്ട. അപ്പോൾ അങ്ങോട്ട് ജോലി ചെയ്യുമ്പോൾ മിക്കവാറും രാത്രി വരും. അർദ്ധരാത്രി 1 മണി 2 മണിക്കൊക്കെ ഈ എളിയവും വരുമ്പോൾ അവൻ്റെ വാഹനം റോഡിൽ എവിടെയെങ്കിലും കാണും, പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെല്ലുമ്പോൾ അറിയാം, ഹോളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ മുട്ടുകുത്തി കുഞ്ഞ് കാണും. ഒരു വർഷമല്ല, 2 വർഷമല്ല, ദീർഘവർഷങ്ങൾ മുട്ടുകുത്തി അവനവിടെ കാണും. മടുക്കാതെ രാത്രികളിൽ വന്ന് ചർച്ചയിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒടുവിൽ അവൻ്റെ ബ്ലഡ് വർക്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി നോർമലായി. പലയിടത്ത് റിപ്പീറ്റ് ചെയ്തു, എല്ലായിടത്തും നോർമലായപ്പോൾ അവൻ കല്യാണത്തിന് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കല്യാണ ഡ്രസ്സ് ഇന്നുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് സാക്ഷ്യം പറയണം. കല്യാണ ഡ്രസ്സ് ഇന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് കാണിച്ച് സാക്ഷ്യം പറഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബഹളമാണ്. എന്താണെന്നറിയാം? പിള്ളേരെല്ലാം എന്തിൻ്റെ ബഹളമാണ്? ഫോട്ടോയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കല്യാണത്തിന് ഒത്തിരി പേരെ വിളിക്കണമെന്നൊന്നുമില്ല. അതൊക്കെ അച്ഛനും അമ്മയും വേണേൽ വിളിച്ചോണം. അവർക്കൊറ്റ കാര്യം മതി, നല്ല സ്റ്റേജും വേണം, ഫോട്ടോക്കാരും വേണം. എന്തോ എടുക്കാനാ? ഫോട്ടോ. അത്രയ്ക്കപ്പുറത്തോട്ട് ഒരു കാര്യം, 10 പേർക്ക് ചോറ് കൊടുക്കണമെന്നോ അവരുടെ വിഷയമേ ഇല്ല. ഉപദേശിയെ വിളിക്കണമെന്നോ കല്യാണം പോലും നടക്കണമെന്നില്ല. അവർക്ക് എന്തോ മതി? ഫോട്ടോ മതി. അവർക്ക് വേണ്ടത്. ഫോട്ടോയും മ്യൂസിക്കും ഒക്കെ മതി. അതിനപ്പുറത്തോട്ട് വലിയ കാര്യങ്ങളൊന്നും പിള്ളേരുടെ ദർശനത്തിയില്ല. കല്യാണം കഴിഞ്ഞു, ഫോട്ടോ എടുക്കുന്നതിനിടയ്ക്ക് ഈ ചെറുക്കനും അതേ യൂണിഫോം ഇവരെ കാണാതായി. എവിടെയാണെന്നറിയാമോ? പെൺകുട്ടിയെ നവവധുവിൻ്റെ ഡ്രസ്സോടുകൂടി അവൻ ഹോളി വന്നു. എവിടാണോ അവൻ സ്ഥിരം മുട്ടുകുത്തുന്നത് അവിടെ അവർ രണ്ടും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. എന്താ കാര്യം? എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ എന്തു ചെയ്യുക? മുട്ടുകുത്തുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? മുട്ടെ പ്രാർത്ഥിക്കണം. മക്കളോടൊക്കെ പറയട്ടെ, എങ്ങനെ പ്രാർത്ഥിക്കണം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം. എളിയവൻ്റെ സഭയിൽ നിന്ന് ഒരു സഹോദരി ഈറോഡിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയി. അവളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി തമിഴ്നാട്ടിൽ ഈറോഡിൽ നിന്ന് പഠിക്കാൻ വന്നിട്ടുണ്ട്. അവൾ പറഞ്ഞ് ഞാൻ പെന്തക്കോസ്തുകാരത്തിയാണ്, ഇവളും പറഞ്ഞ് ഞാൻ പെന്തക്കോസ്തുകാരത്തിയാണ്. അപ്പോൾ ആ പെൺകുട്ടി ഇവളോട് പറഞ്ഞു, നിൻ്റെ മുട്ട് കാണിക്കാൻ. എന്തിനാ? പെന്തക്കോസാണെന്ന് നോക്കാൻ. അവൾ ചോദിച്ചു, എൻ്റെ മുട്ട് കാണണം. നിൻ്റെ മുട്ട് കണ്ടാലേ ഞാൻ പെന്തക്കോസാന്ന് പറയത്തുള്ളൂ. അവിടെ മുട്ട 2 തഴമ്പ്, ഇവിടെ മുട്ട 1 തഴമ്പ് ഇല്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങളുടെ പിള്ളേരെ എല്ലാം എന്തോ ചെയ്യും? മുട്ട നിർത്തി പ്രാർത്ഥിക്കും. അയ്യയ്ക്ക് നിർബന്ധമാണ്. അങ്ങനെ അവരുടെ സഭയിലുള്ള എല്ലാ പിള്ളേർക്കും എന്തോ ഉണ്ട്? മുട്ട തഴമ്പുണ്ട്. മുട്ട നിന്ന് പ്രാർത്ഥിച്ച ഭയങ്കര അത്ഭുതങ്ങൾ നടക്കും. പൗർവിഷനിൽ ഈ എളിയവർ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് പൗർവിഷൻ ഒരു വെണ്ണിക്കുളം സ്റ്റുഡിയോ ഒക്കെ പൂട്ടിയിട്ടിരിക്കുകയും തിരുവല്ല സ്റ്റുഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. കോവിഡിൻ്റെ സമയം. 2019 കഴിയുന്നു, 20 തുടങ്ങുന്ന സമയം. ആ സമയത്താണ് എളിയ ദാസർ അവിടെ ചെല്ലുക. വല്ലാത്തൊരു സമയം. ഞങ്ങൾ വെണ്ണിക്കുളത്ത് വന്ന് അടച്ചിട്ടിരുന്ന സ്റ്റുഡിയോയുടെ ഓരോ മുറികളിലും മുട്ടുകുത്തി. ഓരോ മുറിയായിട്ട് തുറന്നു. ഇന്ന് ആ സ്റ്റുഡിയോ മാത്രമല്ല, അതിൻ്റെ അടുത്തിരിക്കുന്ന സ്ഥലം മേടിച്ചു. വലിയ സ്റ്റുഡിയോ പണിതു. ഒരാഴ്ചയിൽ മിനിമം ഒരു 10,000-2000 പേര് അവിടെ വന്ന് കയറിപ്പോകും. ഇന്നും മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ച വലിയ അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. എന്നും മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ച
കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥിക്കണം. എല്ലാ മക്കളോടും പറയട്ടെ, എങ്ങനെ പ്രാർത്ഥിക്കണം? മുഴങ്കാലി ദാനിയേൽ പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ചെന്ന് കാണുകയാണ്. എസ്രാ പ്രാർത്ഥിച്ചു. പിന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. ഒരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നിട്ട് തൻ്റെ കുഞ്ഞിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കുഷ്ഠരോഗി വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇതിനെല്ലാം അപ്പുറത്ത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലനെ വരുത്തി. തബീത എന്ന് പറയുന്ന നല്ലൊരു സഹോദരി മരിച്ചു. 9:40. ഷി വാസ് എ വെരി ഗുഡ് ലേഡി. നല്ല സ്ത്രീയായിരുന്നു. മരിച്ചപ്പോൾ ഇനി ഏറ്റവും വലിയ പാസ്റ്ററെ കൊണ്ടുവരണ്ടേ അടക്കാൻ. അന്നത്തെ ഏറ്റവും വലിയ പാസ്റ്റർ ആരാ? പത്രോസിനെ വരുത്തി. പത്രോസ് എന്ത് ചെയ്തു? എല്ലാവരും ഇറക്കി വിട്ടു. അയ്യോ എന്തോ ധൈര്യമാണ്. എല്ലാവരും ഇറക്കി വിട്ടിട്ട് അടുത്ത് മുട്ടുകുത്തി. എന്നിട്ട് ശാപവും പുള്ളിയും മാത്രം. ശാപത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ഒറ്റ പറച്ചിൽ തബീത എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. തബീത എഴുന്നേറ്റ് വന്നു. ഒരു കാര്യം, ഇന്നും മരിച്ചു എന്ന് പറയുന്ന വിഷയങ്ങൾ ജീവിക്കും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ഇന്നും മരിച്ചു എന്ന് പറയുന്ന വിഷയങ്ങൾ ജീവിക്കും. മരിച്ചു എന്ന് പറയുന്നത് ജീവിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചേ. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ആ സമയങ്ങളിൽ ഒരു ദിവസം ഇങ്ങനെ ശുശ്രൂഷ ലൈവായിട്ട് നടക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കുക. അന്ന് മുതൽ ഇങ്ങനെ മുഴങ്കാലുകളിൽ പ്രാർത്ഥന തുടങ്ങി. എല്ലാം കോവിഡാണ്, അടച്ചിട്ടിരിക്കുകയാണ്. ആ തീഷ്ണമായ സമയങ്ങളിൽ, പാൻഡമിക്കിൻ്റെ ആ ഒരു കാലം. അപ്പോൾ മുട്ടയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. എല്ലാവരും നിന്ന് മുട്ടയിൽ പ്രാർത്ഥിക്കും. 1-2 പ്രായമായവർ ഒഴിച്ച് ബാക്കി എല്ലാവരും മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കും. ആ സമയത്തെല്ലാം ഇങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ യൂട്യൂബിലൂടെയും ഫോണിലൂടെ ഒക്കെ വരും. അതെല്ലാം പ്രിൻ്റ് എടുത്തുകൊണ്ട് വരും. അന്നിങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥന നടക്കുക. ആ സമയത്തൊരു സംഭവം ഉണ്ടായി. തിരുവല്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു വെൻറ്റിലേറ്ററിലുള്ള അച്ചായൻ കിടക്കുക. അദ്ദേഹത്തിന് സീരിയസ് ആയി. അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത പുറത്ത് വന്നു. അദ്ദേഹത്തിന് സീരിയസ് ആണെന്നുള്ള വാർത്ത ഇവിടെ അറിയിച്ചു. ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി വഷളാകുന്നു. അദ്ദേഹം മരിക്കുന്നു. മരിച്ചിട്ട് ഇദ്ദേഹത്തിനുണ്ടായ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, ഇറ്റ് വാസ് എ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. അദ്ദേഹം ശരീരത്തിന് പുറത്തു പോയി മരിച്ചു. അപ്പോഴത്തേന് ഈ വാർത്ത വരുന്ന അദ്ദേഹം മരിച്ചു. ഞങ്ങൾക്ക് സീരിയസ് ആണെന്നുള്ള വാർത്ത കിട്ടി. ഞങ്ങൾ മുട്ടയിന്ന് പ്രാർത്ഥിക്കുക. ഇദ്ദേഹം കാണുന്ന അദ്ദേഹം മരിച്ചിട്ട് ഈ വെയ്റ്റ്ലെസ്സായി ആത്മാവിങ്ങനെ പറന്നു പോകുന്നു. അന്ന് പുള്ളി താപ്പോട്ട് നോക്കുമ്പം കാണുന്നു പുള്ളിയുടെ ബോഡി പെട്ടിക്കകത്ത് വെക്കുന്നു. ആംബുലൻസെ കയറ്റുന്നു. വീട്ടിൽ കൊണ്ടുചെല്ലുന്നു. വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നിർത്തി ആംബുലൻസ്. എന്നിട്ട് കയ്യിലെടുത്തുകൊണ്ട് ബോഡിയും കൊണ്ട് അങ്ങോട്ട് പോവുക, വീട്ടിലോട്ട് പോകുമ്പം പുള്ളി മേളിൽ നിന്നുകൊണ്ട് കാണുന്നൊരു കാഴ്ച, കുറേ ഉപദേശിമാരിങ്ങനെ മുട്ടുകുത്തി നിരന്ന് ബ്ലോക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മളവിടെ മുട്ടുകുത്തി നിൽക്കുക, ബ്ലോക്ക് ചെയ്തേക്കുക. അങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്താൽ കയറ്റി വിടത്തില്ല. അതിനിടയ്ക്ക് ഒരു ഉപദേശി ചാടി എഴുന്നേറ്റ് ഒരു സിസർ എന്ന് പറഞ്ഞാൽ അറിയാമോ? പണ്ട് കണ്ടത്തി പന്ത് കളിക്കുമ്പോൾ 2 കാലം കൊണ്ട് അടിക്കുന്ന അടിയുടെ പേരാ എന്ത്? സിസർ കട്ട്. ഡണ്ടടേന്നടി. പന്ത് കളിക്കുന്ന നല്ല സിസർ കട്ട് അടിക്കും. ഒറ്റയടി ഒരു ഉപദേശി എഴുന്നേറ്റ് ഒറ്റയടി. ഇതിലിട്ടാ ചാവപ്പട്ടിക്കിട്ട് ഒറ്റയടി. പെട്ടി കയ്യിൽ നിന്ന് അങ്ങ് പോയി ഇവരുടെ. ഇദ്ദേഹം ടിക്കൊന്ന് പെട്ടി വീണു. പുള്ളി അങ്ങ് ജീവിച്ചു. ഏതായാലും പുള്ളി ജീവിച്ചു. കേക്ക്, ഞാൻ ചുമ്മാ പുള്ളിയോട് ചോദിച്ചു, ആരാ അടിച്ചത്? എന്താ പറയാനാ, പ്രിൻസിപ്പാൾ അല്ലേ, ഒറ്റയടിയായിരുന്നു പറഞ്ഞു. ചാടി അടിച്ചെന്ന് പറഞ്ഞു. ആ ചാടി പെട്ടി കയ്യിൽ നിന്ന് പോയി. പെട്ടി കയ്യിൽ നിന്ന് പോയപ്പം പുള്ളി ജീവിച്ചു. അദ്ദേഹം ആ സാക്ഷ്യം പൗർഷണി വന്ന് പറഞ്ഞതാണ്. ഒരു BSNL ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ കഴിയും, നമ്മൾ ഇവിടെ മുട്ടുകുത്തിയാൽ ദൂരെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇവിടെ മുട്ടുകുത്തിയാൽ ദൈവം ദൂരെ അത്ഭുതങ്ങളെ ചെയ്യത്തില്ലേ? ചെയ്യും. അപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസിനെ ഇങ്ങനെ പിരിയുന്ന ഒരു സമയമുണ്ട്. അപ്പം ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണില്ലെന്നുള്ള വാക്കൊക്കെ ഓർത്തിട്ട്, എന്തൊരു ദൈവസ്നേഹ. അവർ തന്നെ എല്ലാവരും കൂടെ മുട്ടുകുത്തി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. കപ്പലോളം ചെന്ന് എന്ത് ചെയ്തു? യാത്ര അയച്ചു. അപ്പം വിശ്വാസ സമൂഹത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് കാണുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം. ആഗ്രഹമുണ്ടോ? മുഴങ്കാലുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. എങ്ങനെ പ്രാർത്ഥിക്കണം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം. 2 എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ കാണുന്നുണ്ട്. വേദവസ്തു നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ലേ ഡൗൺ, നമ്മൾക്ക് കമണ്ണ് വീണ് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അപ്പോസ്തല
ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നിലത്ത് വീണ് പ്രാർത്ഥിക്കുന്നുണ്ട് മോസസ്. ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ താൻ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കമണ്ണ് വീണ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. കമണ്ണ് വീണ് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കമണ്ണ് വീണ് പ്രാർത്ഥിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം. 2, എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. ഉറക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. 2, കമണ്ണ് വീണ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ പലപ്പോഴും പങ്കുവെച്ചിട്ടുള്ള ഒരു 2 അനുഭവങ്ങൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ കാണാത്ത ഒത്തിരി അനുഭവങ്ങളും മുഖങ്ങളും ഒക്കെ ഈ എളിയവർക്കൊക്കെ ഉണ്ട്. പക്ഷേ എത്രയോ രാത്രികളിൽ തമ്പുരാൻ്റെ മുമ്പിൽ കമണ്ണ് വീണ് കിടന്നിട്ടുണ്ടെന്നറിയാം. 1-2 ദിവസമല്ല, ഞാൻ അട്ടപ്പാടി 3 ദിവസം വരെ വെള്ളം പോലും കുടിക്കാതെ എഴുന്നേക്കാതെ കിടന്ന ദിവസങ്ങളുണ്ട്. അതുപോലെ തകർച്ചകളൊക്കെ ഉണ്ടായപ്പം എങ്കിലും ഒരനുഭവം, ഞങ്ങളുടെ സഭയിൽ ഞാൻ ഒരു VBS നടക്കുക. VBS എനിക്ക് ഭയങ്കര ആവേശമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മെഗാ VBS നടത്തിയത് ഞങ്ങളാണെന്നാണ് ഞങ്ങളുടെ അവകാശവാദം. 2000 പിള്ളേരുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാകാം. 2000 പിള്ളേരെയും കൊണ്ട് ഞാൻ VBS നടത്തി. ഒരു ആവേശമായിരുന്നു. റാന്നി കൂടെ റാലി നടത്തി കീക്കിരി പീക്കിരി പിള്ളേരെ എല്ലാം കൂടെ വെച്ചോണ്ട് ഭയങ്കര പാടായത്. ഏതായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പലയിടത്ത് നടത്തി. അങ്ങനെ തുമ്പിക്കൊണ്ടെന്ന് പറഞ്ഞാൽ സ്ഥലത്ത് VBS നടക്കുക. ഈ VBS നടക്കുമ്പോൾ അതിൻ്റെ റാലി നടക്കുക ലാസ്റ്റിൽ. എനിക്ക് ഈ റാലി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആ ഒരു ആവേശമുള്ള ഉണ്ടല്ലോ, ഇതാ ഈ ഗ്രാമവീഥികളെ രാജവീഥികളാക്കിക്കൊണ്ട് 100 കണക്കിന് ബാലികമാർ തൂവെള്ള വസ്ത്രങ്ങളടഞ്ഞ് തൂവെള്ള കൊടികൾ ഉയർത്തി ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ മന്നം വഴിയോര കാഴ്ചക്കാർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അമലോത്ഭവനായ ക്രിസ്തുനാഥന് കീജയ് വിളിച്ചുകൊണ്ട് കന്യകാസുതന് കീജയ് പാടിക്കൊണ്ട് ആടിയും പാടിയും ആനന്ദ നൃത്തത്തിൽ ആറാട്ടിയും കൊണ്ട് ഇതുവഴി ഇതാ എന്ത് ചെയ്യുക? കടന്നു വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ബഹളമൊക്കെ വെച്ച് പാട്ടും പാടി ആരവാരത്തോടെ VBS വന്ന് ഓടിച്ചോർത്തോട്ട് കയറുകയാണ്. അപ്പോൾ അവരെ വിടാനായിട്ട് ബാൻഡ് സെറ്റിനെയൊക്കെ ഒന്ന് വിട്ടാൽ എനിക്കൊരു 16,000-7,000 കുറേ വർഷം മുമ്പാണ് എൻ്റെ ഉണ്ട്, എനിക്ക് അവരെയൊക്കെ വിടാം. പക്ഷേ അന്നേരം എൻ്റെ സത്യത്തിൽ 5 പൈസയില്ല. ഈ 1 പൈസ ഇല്ലാത്തപ്പോൾ ഒരു ഭയങ്കര ധൈര്യമാണ്. പകുതി പൈസ ഉള്ളപ്പോൾ അതുകൂടെ വേണമല്ലോ. ഒന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ നോട്ടീസ് അടിക്കാൻ പോയി ഒരു VBSൻ്റെ. അപ്പോൾ അവർ വന്ന് ചോദിച്ചു ഈ സാധാരണ അച്ഛൻ്റെ പറക്കി അത് വേണോ അതോ ഓപ്സെറ്റ് വേണം? അപ്പോൾ ഓപ്സെറ്റ് ഇറങ്ങുന്ന കാലമാണ്. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു, ഈ ഓപ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൾട്ടി കളർ അടിക്കാൻ നല്ലതാണ്, കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതാണെങ്കിൽ ഒരു 800 രൂപ ആവും, മറ്റേ ആണെങ്കിൽ ഒരു 400 രൂപയ്ക്ക് തീരുന്നത്. അപ്പം പുള്ളി ആലോചിച്ചപ്പോൾ 2 ആന്നേരം എന്തില്ല, പൈസയില്ല. എന്നാൽ പിന്നെ നല്ലതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ധൈര്യമാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുകയും അകത്ത് പിള്ളേരെ വിടാം. അന്നേരം ഇതൊക്കെ വേണ്ടി പെറോട്ട അടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ സൗകര്യങ്ങളാണ്. ഈ പെറോട്ട അടിക്കുന്നിടത്തൊന്നൊരു ഞങ്ങളുടെ ഒരു അച്ചായൻ ഇറങ്ങി വന്ന് കേട്ടോ. നല്ല CAT-കാരനൊരു ലോഡിങ്ങുകാരനാണ്, തടി ലോഡിങ്ങാണ്. ഈ തടി ലോഡിങ്ങൊക്കെ ഇപ്പം കാണാനില്ല, ഇപ്പം എല്ലാം ക്രെയിനല്ലേ. മറ്റേ ഈ തടി ലോഡിങ്ങുണ്ട്. ഗ്രാമങ്ങളിലൊക്കെ റോഡ് ബ്ലോക്കാക്കി എന്താ കാണേണ്ടതല്ലേ? കണ്ടിട്ടുണ്ടോ? പോയി 50% ആയുസ് പോയി. അതൊക്കെയാണ് കാണണ്ടേ. അവരൊരു പാട്ടുണ്ട്, ഏലേ ഐലസ ഒത്ത് പിടിച്ചേ ഐലസ കയറിപ്പോട്ടെ ഐലസ അല്ലേ. നമ്മുടെ വണ്ടി ഐലസ. അതങ്ങോട്ട് പറയുന്ന അനുസരിച്ച് എന്തോ കയറും, തടി കയറും. ആ തട്ടി ഇങ്ങനെ പിടിക്കുന്ന വരച്ചാനായത് കമ്പി ഇങ്ങനെ പിടിച്ചോണ്ടാണ് കയറുന്നത്. തോളൊക്കെ ഉരുക്ക ഇങ്ങനെ ഇരിക്കും. ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുക. തോർത്തൊക്കെ കൊടുത്ത് അദ്ദേഹം തോർത്തങ്ങോട്ട് മാറ്റി നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്ന്, അവരുടെ പോക്കറ്റൊക്കെ നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 5 പൈസ എടുത്ത് എൻ്റെ തന്നു. ഞാൻ നോക്കിയപ്പോൾ 7,000 രൂപയുണ്ട്. എനിക്ക് അന്നേരം അത് മതി, കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങളുടെ ഒരു പാസ്റ്റർ മരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വെൽഫെയർ ഫണ്ടിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഞാൻ ഞങ്ങളുടെ സഭാ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. തിരിച്ച് തിരുവല്ല അടുക്കാറായപ്പോൾ എൻ്റെ പിള്ളേർ എന്നെ വിളിച്ചു, അച്ഛാ തിരുവല്ല എവിടെ ആയി? ഞാൻ പറഞ്ഞു തിരുവല്ല അടുക്കുന്നു. ഓടിച്ചെന്നേ അച്ഛൻ്റെ ജോയിച്ചാൻ്റെ തലേ തടി വീണു, ഈ മനുഷ്യൻ്റെ തലേ തടി വീണു. ഞാൻ ചെന്ന് പുഷ്പഗിരി നിൽക്കുമ്പോൾ ആംബുലൻസ് വന്നു.
നോക്കി ഓടിച്ചെന്ന് തുറന്ന് ഞാനിവിടെ കൂടി എടുക്കുമ്പോൾ നിശ്ചലമായ ബോഡിയാണ്, മരിച്ചു. പക്ഷെ എന്നെ അതിലും കൂടുതൽ കരയിപ്പിച്ചൊരു കാര്യമുണ്ട്. തൊട്ടടുത്തിരുന്ന അതുപോലൊരു തൻ്റെ കൂടെ ഇരുന്ന സഹപ്രവർത്തകൻ, ലോഡിങ്ങുകാരനായ സഹോദരൻ, ഇതുപോലെ നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എൻ്റെ തന്നു. അവിടുത്തെ ചോരയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താ? ചോര വീണ ആശുപത്രിയിലോട്ട് പോകുമ്പോൾ അവസാനത്തെ പൈസ എടുത്ത് കൊടുത്തു, പ്രിൻസ് പാസ്റ്ററെ കൊടുത്തേക്കാൻ. ലാസ്റ്റിലെ പൈസ, ചോര പുരണ്ട കാശ്. എനിക്കതുകൊണ്ട് ഈ ജാടയൊക്കെ കാണുന്ന ഭയങ്കര പാടാണ്. നമ്മൾ ഈ ചോര പുരണ്ട ലാസ്റ്റ് പൈസ കൈ മേടിച്ചിട്ടുണ്ട്. എൻ്റെ വിലയാണ് അതിനൊക്കെ. ആ ചോദിച്ചാൽ മരിച്ചു. അത് കഴിഞ്ഞ് ആ ആഴ്ച തന്നെ ഒരു ആൻറ്റി മരിച്ചു. ഡെങ്കു ആയിരുന്നു. ആ ദിവസങ്ങളിലാണ് ഡെങ്കു ഫീവർ വന്ന് കോട്ടയത്ത് അഡ്മിറ്റാക്കി. പ്ലാസ്മ വേണമെന്ന് പറഞ്ഞു. അത് എറണാകുളത്തെ ഉള്ള ആ ഗ്രൂപ്പ്, അതിന് ഞാൻ ഒരു ആംബുലൻസ് പിടിച്ച് എറണാകുളത്ത് പോകുമ്പോൾ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് അറേഞ്ച്ഡായി അവിടെ ചെന്ന് മേടിച്ച് പൈസ കൊടുത്ത് എൻ്റെ കയ്യിലോട്ട് ബ്ലഡ് തരും. ഞാൻ മേടിക്കുകയും ഫോൺ വന്നു, ആൻറ്റി മരിച്ചു. ആ ആൻറ്റിക്ക് 42-43 വയസ്സേ ഉള്ളൂ. മരിച്ചു. പിറ്റേ ആഴ്ച യോഗം നടക്കുക. എല്ലാവരും യോഗ സ്ഥലത്തിരിക്കുക. പാട്ട് പാടാനും കൊയർ എഴുന്നേറ്റു. അവർ പാടി. എല്ലാവർക്കും നമുക്ക് കരങ്ങളടിച്ച് പാടാം, ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. പാട്ട് തെറ്റല്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ മരിച്ചു പോയ അച്ചായൻ്റെ ഭാര്യയും പിള്ളേരും ഇരിക്കുന്നു. മരണപ്പെട്ട ആൻറ്റിയുടെ അച്ചായനും മക്കളും ഒക്കെ ഇരിക്കുക. എനിക്കങ്ങ് സങ്കടമോ ദേഷ്യമൊക്കെ വന്നു. ഇച്ചിരി അവിവേകമായിരിക്കാം. ഞാൻ പറഞ്ഞു, ഇന്നിവിടെ ആരാധനയില്ല, പിരിച്ചു വിട്ടിരിക്കുന്നു, പോകാം, എല്ലാവർക്കും വേണമെങ്കിൽ പോകാം, ഇരിക്കാം. ഉത്തരവാദിത്തം എൻ്റെയാണ്. ഇനി ഇവിടെ ഇങ്ങനെ അടക്കാനൊക്കില്ല. ഞാനിവിടെ കിടക്കുക, എന്നെ കൊണ്ട് ഇനി ഇതൊക്കില്ല. ഇച്ചിരി ആവേശത്തിലോ ഇമോഷനിലോ ഒക്കെ സംഭവിച്ച, പക്ഷേ റെസ്പോൺസ് പോസിറ്റീവായിരുന്നു. എൻ്റെ എല്ലാ സഹോദരങ്ങളും കമ്മണ് വീണു. 100-100 കിലോ ഉള്ള ഞങ്ങളുടെ ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി വരെ കമണ്ണടിച്ച് വീണു. അങ്ങനെ മണിക്കൂറുകൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആശീർവാദം പറഞ്ഞു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പിന്നെ നാളിതുവരെ അങ്ങനെ എത്രയോ വിഷയങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. ഒന്നെനിക്ക് പറയാം, കമണ്ണ് വീണ് പ്രാർത്ഥിച്ച എഴുന്നേൽക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തികളെ കാണാൻ കഴിയും. കമണ്ണ് വീണ് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മുടെ ഒറ്റയ്ക്കുള്ള ജീവിതാനുഭവങ്ങളിലൊക്കെ നൊമ്പരപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങൾ വരും. എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ഒരു അനുഭവം ഞാനിവിടെ ഒരു വട്ടം പറഞ്ഞു എന്നെൻ്റെ ഒരു ചെറിയ ഓർമ്മ. എങ്കിലും ഒരു രാത്രി 12 മണിയായപ്പോൾ ഒരു ആൻറ്റി പ്രാർത്ഥിക്കാൻ വന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു ആൻറ്റിയാണ്. അവർക്ക് ഡിപ്രഷനായിരുന്നു. പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പയൊക്കെ ഉള്ളപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആൻറ്റിക്ക് അങ്ങ് സന്തോഷമായി. അവർ ചിരിച്ചു, കഞ്ഞി കുടിച്ചു, സംസാരിച്ചു. കുറേ ദിവസമായിട്ട് ഇതൊന്നും ഇല്ല. അവർ സന്തോഷമായി. അപ്പോൾ ആ സഹോദരിയുടെ ചോദിച്ചു, ഞാൻ ഇന്നിവിടെ പാസ്റ്റേജിൽ കിടന്നോട്ടെ, എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ്. സന്തോഷം. ഇച്ചേ ഇവിടെ കിടന്നു. ഇച്ചേ അവിടെ കിടന്നു. അവരെല്ലാം പോയി. രാത്രിയിലൊക്കെ നോക്കുമ്പോൾ നല്ല ഉറക്കമാണ്. വെളുപ്പിന് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഇച്ചയെ ഉറക്കമാണ്. അവിടെ ഒരു 7 മണിയായപ്പോൾ ഒരു ചായയും കൊണ്ട് ചെന്നപ്പം ഇച്ചയെ കാണുന്നില്ല. എന്നോടൊന്ന് പറഞ്ഞു, ഇച്ചയെ ഇവിടെങ്ങുമില്ല. ഞാൻ പറഞ്ഞു, ഇച്ചയെ അവിടെ എങ്ങാനും കാണൂടി കുഞ്ഞെ. പക്ഷെ അവിടെ ഒന്നും നോക്കിയിട്ട് ഇച്ചയില്ല. പെട്ടെന്ന് സീരിയസ് ആയി, ഇച്ചയെ കാണുന്നില്ല. എല്ലാവരും വന്നു തപ്പാൻ തുടങ്ങി. ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം വന്നു ഓട്ടത്തോടോട്ടം. ഇച്ചയില്ല. ഫസ്റ്റ് ബസ് പോയതിൻ്റെ എല്ലാം പുറകെ പോയി. ഇച്ചയെ കാണുന്നില്ല. ഇച്ചയെ എന്തു ചെയ്യും? ഒടുവിലൊരു 8:30 ആയപ്പോൾ അവരുടെ വീട്ടിലറിയിച്ചു. അവിടുന്ന് ഒരു വണ്ടി ആൾ വന്നു. നല്ല കൈക്കരുത്തുള്ള ഒരു അച്ചായൻ, അവരുടെ ഭർത്താവാണ്. വന്നിട്ട് എൻ്റെ അപ്പ ഇങ്ങനെ ചാരികസരെ കിടക്കുക. തന്നെത്താൻ ഇടിച്ചുകൊണ്ട് ഇദ്ദേഹം ഉരുണ്ടങ്ങ് വീണു. എൻ്റെ പാസ്റ്റർ അച്ചായ, ഒരു ഭാര്യ അച്ചാനില്ലേ, പിന്നെന്തിനാ എൻ്റെ കൂടെ? എൻ്റെ ഭാര്യയെ തന്നാൽ ഞാൻ എൻ്റെ സ്വത്തെല്ലാം എഴുതിത്തരാം. എനിക്കെൻ്റെ ഭാര്യയെ മതി. അയാൾ സങ്കടത്തിൽ പറയുക, ഭാര്യ എന്തി? ലോകം മുഴുവൻ തപ്പുക. പരാതികളെല്ലാം കൊടുത്തു, കാണുന്നില്ല. അവരുടെ ബന്ധുക്കളെല്ലാം തപ്പി വീട്ടിൽ വരാൻ തുടങ്ങി. നല്ല ഒന്നാന്തരം പിള്ളേർ സെറ്റ്, കൈ കൊടുത്ത പിള്ളേർ വന്ന് മുറ്റത്ത് നിൽക്കുക. ഇച്ചിരി കഴിയുമ്പോൾ അവരുടെ രൂപം മാറും. എന്തിയെ? വീട്ടിലാക്കിയിട്ട് പോയതാ. ഞാൻ പോയി പരിപരുത്ത അന്നെൻ്റെ ഹോള്, കെട്ടാത്ത മറയ്ക്കാത്ത ഹോള്, പരിപരുത്ത കാർപ്പറ്റിടാത്ത എൻ്റെ തറ, ആ തറയിൽ ഞാൻ കമന്ന് കിടന്നു. തമ്പുരാനെ, ഇച്ചയെ കാണാതെ ഞാൻ എഴുന്നേക്കത്തില്ല. ചൂടെ കഴിഞ്ഞാൽ അവരുടെ രൂപം മാറും, ഭാവം മാറും. 10 മണിക്ക് കിടന്ന ഞാൻ 10:30, 11, 11:30, 12, 12:30, 1 മണി
ഞാൻ തമ്പുരാണ്ട് പറഞ്ഞ് ഞാൻ കാണാതെ എഴുന്നേക്കത്തില്ല. ഇച്ചിരി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് ഇടന്നിട്ട് എന്തോ ചെയ്യാനാ, എവിടെ പോയി തപ്പാനാ. ഒരു മണി ആകാറായപ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ അവിടുന്ന് 2-3 വീട് കഴിയുമ്പോൾ ഞങ്ങളുടെ കുടുംബമുണ്ട്, ആ കുടുംബത്തിൻ്റെ കിണറ്റിൽ ഒരു സ്ത്രീ കിടപ്പുണ്ടെന്ന് ആരാണ്ട് പറയുന്നു. വരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. അവൾ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നു. ഇച്ചയ്യ ചത്തില്ല, പൊങ്ങി ഒരു പോച്ചയെ പിടിച്ച് കിടപ്പുണ്ട്. ഫയർഫോഴ്സ് വന്ന് ഇച്ചയ്യെ പുറത്തെടുത്തു. ഇച്ചയ്യെ പുറത്തെടുത്തു. ഞാൻ ഇച്ചയോട് ചോദിച്ചു, ഇച്ചയ്യ എന്താ പറ്റിയേ? ഇച്ചയെ പറഞ്ഞു, എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല കുഞ്ഞെ, ഞാൻ രാവിലെ ഒരു കുഴപ്പമില്ല മുറ്റത്ത് ഇരുന്നപ്പം ഞാൻ കാണുന്നു, അത് ഹലൂസിനേഷനാകാം, പോരാട്ടമാകാം, ഒരു സ്ത്രീ എന്നെ വിളിച്ചു, ബാ ബാ. അവരെൻ്റെ മുമ്പിൽ കിടന്നു. ആ കിണറിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബാ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർ ആ കിണറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ കിണറ്റിലോട്ട് താണ് പോയിട്ട് പറഞ്ഞു ബാ. ഹലൂസിനേഷനാകാം, സൈക്കോളജിക്കലി അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും. ഏതായാലും അവരെടുത്ത് ചാടി. പൊങ്ങി വന്നപ്പോൾ ഒരു പോച്ചയെ പെട്ടി, എങ്ങനായാലും 10-55 കിലോ ഉണ്ട്. എത്ര കനക്കുറവാന്തേലും ആ പോച്ച പറഞ്ഞു പോത്തില്ലേ. രാവിലെ 6:30 പിടിച്ച പോച്ച ഉച്ചയായിട്ടും പറഞ്ഞില്ല. ഫയർഫോഴ്സ് വന്നെടുത്തു. പിറ്റേ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു, ഇന്നടത്ത് ഇന്നാരുടെ ഭാര്യ ഇന്നാര് ബന്ധുവീട് സന്ദർശിക്കവേ കാൽ വഴുതി കിണറ്റി വീണു, ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഒറ്റ വാക്കിലൊരു വാർത്ത. അല്ലായിരുന്നെങ്കിൽ വന്നേനെ. പാസ്റ്റർ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ടാക്കിയ സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിണറ്റിൽ. സീനിയർ പാസ്റ്ററും മകനും അറസ്റ്റ്. വരത്തില്ലേ? വരും. വന്നോ? ഇല്ല. പക്ഷെ ആ 3 മണിക്കൂർ കിടന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും അത്ഭുതങ്ങൾ കാണാം. ഇന്നും അത്ഭുതങ്ങൾ കാണാം. അത്ഭുതങ്ങൾ കാണാം. അത്ഭുതങ്ങൾ കാണാം. എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കില്ല. ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിലും ഒറ്റ വഴി അറിയത്തുള്ളൂ, പോയി കമന്നടിച്ച് തമ്പുരാൻ്റെ അടുക്ക കിടക്കും. പക്ഷേ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കാണാൻ കഴിയും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചേ. എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. തെളിവ് തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. പുരുഷന്മാർ 1 തീമോഥെയോസ് 2:8 1 തീമോഥെയോസ് 2:8 പുരുഷന്മാർ കോപവും വാഗ്വാദവും ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? കരങ്ങളെ ഉയർത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. കരങ്ങളെ ഉയർത്താൻ എളുപ്പമാണ്, പക്ഷേ ഒരു കാര്യം ഉപേക്ഷിച്ചിട്ട് വേണം ഉയർത്താനെന്ന്. എന്താ? കോപവും വാഗ്വാദവും. കോപവും വാഗ്വാദം. ഈ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. പല കാര്യങ്ങളിൽ ഈ നമ്മുടെ മലയാളി സാധാരണ അച്ചായന അമ്മ പിള്ളേരോടൊക്കെ അത് പറയും, നിൻ്റെ അമ്മയെ കെട്ടിക്കാനെ കൊണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഒരു ഭാഷ, തെക്ക് പറയുമെന്ന് എനിക്കറിയത്തില്ല. തെക്ക് കുറച്ചുകൂടെ സംശുദ്ധമായ ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കുക. അമ്മയെ കെട്ടിക്കാൻ എന്ന് പറയുമ്പോൾ അമ്മയെ കെട്ടിക്കണമെങ്കിൽ ആര് ചാകണം? ഞാൻ പറയാം, അതിൻ്റെ അമ്മയെ കെട്ടിക്കാനെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ അമ്മയൊക്കെ ഇനിയും കെട്ടിക്കണേ ആര് ചാകണം? ഞാൻ ചാകണ്ടേ? ഞാൻ തന്നെ പറയാം, ഞാൻ തൊലഞ്ഞിട്ട് നിന്നെ എന്ത് ചെയ്യണം? കെട്ടിക്കണം. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? നമ്മളറിയാതെ എന്തോ വിളിച്ചു വരുത്തും. മരണം വിളിച്ചു വരുത്തും. ചില പറയത്തില്ലേ, ഞാനാണല്ലോ അതിന് കാരണം, എന്നെ അങ്ങ് എടുത്താൽ ഈ പ്രശ്നം അങ്ങ് എന്ത് ചെയ്യുമല്ലോ, തീരുമല്ലോ. എടുക്കണോ? പണ്ട് പറയുന്നൊരു തമാശയുണ്ട്. ഒരു അമ്മച്ചി എന്നും സങ്കടം വരും, എന്നെ അങ്ങ് എടുത്തോണേ. അപ്പോൾ ഈ കുരുത്തം കെട്ട കുറേ കൊച്ചുമക്കൾ എന്ത് ചെയ്തു? 4-5 എണ്ണം കട്ടിൻ്റെ അടിയിൽ കയറി, ഒരുത്തമ്മ മേളിൽ കയറിയിരുന്നു. അവന്മാർ പതുക്കെ എന്താ ചെയ്തു? കട്ടിലിങ്ങനെ പൊക്കി. അമ്മച്ചി അയ്യോ എന്ന് വന്നപ്പോൾ മേളിൽ നിന്ന് പറഞ്ഞു, മകളെ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, എന്നെ ഞാൻ എൻ്റെ സന്ധിയിലേക്ക് ഉയർത്തുകയാണ്. എൻ്റെ അമ്മച്ചി ചോദിച്ചത്, എൻ്റെ കർത്താവേ, തമാശ പറയാൻ പോലും ഒക്കത്തില്ലേ, അങ്ങിങ്ങനങ്ങ് കാര്യമാക്കുക. അപ്പോൾ ഈ വാക്കുകൾക്ക് എന്തോ ഉണ്ട്? ശക്തിയുണ്ട്. ഈ വാക്കുകൾ കോപവും വാഗ്വാദവും. കോപവും പറഞ്ഞേ, കോപവും.
അത് ഇത് നമുക്ക് തടസ്സമാണ്. ഞാൻ സാധാരണ അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും വളരെ പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാനും എൻ്റെ അമ്മയും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. ഞാനും അമ്മയും കൂടെ അസാധാരണമായ സ്നേഹമായിരുന്നു. ഞാൻ ഒരിക്കൽ മാത്രമേ എൻ്റെ അമ്മയോട് ഉതറിയിട്ടുള്ളൂ. അത് ഇതുപോലൊരു BBSൻ്റെ ദിവസമാണ്. BBSൻ്റെ റാലി നടക്കുന്ന, ബഹളങ്ങൾ നടക്കുന്നു, ഭയങ്കര ടെൻഷൻ. അതിനിടയ്ക്ക് അമ്മ അങ്ങ് ക്ഷീണിതയായിരിക്കുന്ന സമയമാണ്. അമ്മ അപ്പോൾ ഒരു കാര്യമില്ലാതെ ചുമ്മാ വഴക്കുണ്ടാക്കി. എന്നോട് ആരും ഒന്നും ചോദിക്കുന്നില്ല, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക ഉണ്ടല്ലോ. എല്ലാം അമ്മയുടെ കൂട്ടം പതുക്കെ തുടങ്ങി. എൻ്റെ ഭാര്യ കരയാൻ തുടങ്ങി, അമ്മ പറയാൻ തുടങ്ങി. നോർമലിൽ സാധാരണ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ടെൻഷനകത്ത് ഇന്നുകൊണ്ട് എനിക്ക് എൻ്റെ ടെമ്പർ അങ്ങ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉണ്ടാക്കി വന്ന് നിങ്ങളങ്ങനെയൊന്നും പറയത്തില്ലായിരിക്കാം. ഞാൻ മനുഷ്യനാണ്, ഞാൻ പറ്റിപ്പോയി. ഓരോരുത്തരുടെ നോട്ടമൊക്കെ കണ്ടിട്ട് വിശുദ്ധിയുടെ പാരമത്തിൽ നിന്നുകൊണ്ടല്ല പറയാൻ. എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു. നിങ്ങളെ ഞാൻ എൻ്റെ ചാവാൻ ഞാൻ തീറ്റിക്കും, നോക്കിയോ. ഞാൻ പറഞ്ഞു, പുത്രദുഃഖം കണ്ട് നിങ്ങൾ ചത്തു പോകുന്നു. അപ്പോൾ അന്നെ ഒരു വാക്ക് എങ്ങനെയോ എൻ്റെ വായിൽ നിന്ന് വന്നാൽ ഞാൻ പറഞ്ഞു തീർന്നു. അന്ന് രാത്രി ഞാൻ അമ്മയുടെ കൂടെ കിടന്നേ. പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മയുടെ അടുത്ത് പോയി കിടന്നു. പിന്നെ ഞാൻ എന്നും അമ്മയുടെ കൂടെ കിടക്കുന്നേ. ഞാനും മറന്നു, അമ്മയും മറന്നു. എൻ്റെ അമ്മ മരിച്ചു. 2-3 വർഷം കഴിഞ്ഞ് ഞാൻ കോട്ടയത്തൊരു മീറ്റിങ്ങിന് പോയി. പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് കുറച്ച് പേരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് ധൃതിയില്ല, നല്ല വെയിലും, ബൈക്കിലാണ്. ഞാനത് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ വെറുതെ അവിടെ ഇരുന്നു, വെയിൽ താഴട്ട്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൽ ഒരു ദൂതൊക്കെ പറയുന്ന ഒരാൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രിൻസ്, ദൈവാത്മാവ് പറയുന്നു പുത്രദുഃഖം. ആ വാക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തും. ഞാൻ ചോദിച്ചാൽ അതെന്തുവാ? അതെനിക്ക് എന്നാന്ന് അറിയത്തില്ല, പുത്രദുഃഖം. ഞാൻ എൻ്റെ ബൈക്കിൽ തിരിച്ചു വരികയാണ്. ഞാൻ പൊന്തമ്പുഴ വനത്തിൻ്റെ അവിടെ വന്ന് കയറിയിരുന്നു. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഒരു വനമാ, ശാന്തമാ, എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞേ? പെട്ടെന്ന് തന്നെ ഒരു റീല് പോലെ ദൈവം കാണിക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞതാ, പുത്രദുഃഖം കാണുമോ. ഏറ്റു പറയാൻ ഇന്ന് അമ്മയില്ല. ദൈവത്തോടല്ലാതെ ആരോടാ പറയുക? പക്ഷെ ഒരു വാക്ക് വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുക. അതിനുശേഷം ജീവിത സാഹചര്യത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ കടന്നു പോകേണ്ടി വന്നു. ഒരു കാര്യം ഓർത്തണം, ഒരു വാക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സമാകും. ഒരു വാക്ക് പ്രാർത്ഥനയ്ക്ക് എന്താകും? തടസ്സമാകും. ഞാൻ സാധാരണ പറയായിരുന്നു, എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ പിന്നെ കോപ്പാന്ന് പറയായിരുന്നു. ഞാൻ മലയാളിയാണ്, സാധാരണക്കാരൻ, നാട്ടുമ്പുറത്ത് വളർന്നവനാണ്. പക്ഷേ ഒരിക്കൽ പരിശുദ്ധാത്മാവ് ഒരു ദാസനിലൂടെ എന്നോട് വെളിപ്പെടുന്നു, ആ വാക്ക് നിൻ്റെ അതിരത്തിൽ നിന്ന് മാറ്റിയാൽ ഞാൻ നിന്നെ മൂർച്ചയുള്ള ഒരമ്പാക്കി മാറ്റും. ഞാൻ അൺപാർലമെൻ്ററി വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. അതുപോലും അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചു. ദൈവമേ, അരുതാത്ത ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വരല്ലേ എന്ന് പ്രാർത്ഥിക്കണം. കോപവും വാഗ്വാദവും കണ്ടീഷനില്ല, അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസാണ് കർത്താവിൻ്റേത്. പക്ഷെ കണ്ടീഷൻ ക്ലോസ് ആയത്. കോപവും വാഗ്വാദവും ഉപേക്ഷിച്ച് എന്തുയർത്തണം? കൈ ഉയർത്തിക്കേ. പക്ഷെ കണ്ടീഷൻ, കോപത്തിൽ പറഞ്ഞതെല്ലാം ഏറ്റു പറയണം. ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ ദിവസമാണ്. കോപവും വാഗ്വാദവും ഏറ്റു പറയണേ. ഏറ്റു പറയേണ്ടതെല്ലാം പറയണം. മക്കളോടാണെങ്കിലും, ഭർത്താവിനോടാണെങ്കിലും, ഭാര്യയോടാണെങ്കിലും, സ്വന്തം വീടിനോടാണെങ്കിലും പറഞ്ഞതെല്ലാം ഏറ്റു പറയണം. കരങ്ങൾ ഉയർത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ഒരു സംഭവം വേദപുസ്തകത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലാണ്. മോശ അമാലേക്കർ യുദ്ധത്തിന് വന്നു. പർവ്വതത്തിൻ്റെ മുകളിൽ പോയി എന്ത് ചെയ്തു? കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് എന്ത് ചെയ്തു? കര ഉയർത്തി. അതിൽ ഹൂരിൻ്റെ കൊച്ചുമകനാണ് ബസലേൽ. പ്രിയരെ, കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് അമലേക്യ ശക്തികൾ തോറ്റത്. അത് ജഡത്തെ കാണിക്കുന്നതാണ്, പാപത്തെ കാണിക്കുന്നതാണ്. ഇന്നും നമുക്ക് ജഡവും പാപവും ലോകവുമായിട്ട് യുദ്ധമാണ്. ഈ യുദ്ധം ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. കോപവും വാഗ്വാദവും ഉപേക്ഷിച്ചിട്ട് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. തടസ്സം എന്താ? കോപത്തിൽ പറഞ്ഞ, കോപം എന്നുള്ള ഇമോഷൻ നല്ലതാണ്. അനീതിക്കെതിരെ കോപിക്കണം, അത് ഇമോഷൻ നല്ലതാണ്. പക്ഷേ കോപം പാപം ചെയ്യാത്ത കോപമാകണം.
വാഗ്വാദങ്ങൾ പറയാത്ത കോപമാകണം. ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. കോപം ഉപേക്ഷിച്ചിട്ട് കൈ ഉയർത്താനുള്ള കൃപ തരണേ. മുട്ടുകുത്തി പ്രാർത്ഥിക്കണ്ടേ? കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ടെറസിൻ്റെ മണ്ടയിലൊക്കെ കയറി കൈ ഉയർത്തി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ കൊയ്ത്ത് നടക്കാൻ പോവുകയാണ്. 2024 ഇയർ ഓഫ് ഹാർവെസ്റ്റാണ്. ആരെതിർത്താലും ആര് ഭരിച്ചാലും എന്ത് സംഭവിച്ചാലും ഇയർ ഓഫ് ഹാർവെസ്റ്റാണ്. കർത്താവ് കൊയ്ത്തിന് വേണ്ടി, അന്ത്യകാല ഉണർവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ദാറ്റ് വിൽ ബി ദ ഇയർ ഓഫ് ഹാർവെസ്റ്റ്. ദൈവം എന്നോട് പറഞ്ഞു 2024 ഹാർവെസ്റ്റിൻ്റെ വർഷമായിരിക്കും. നമ്മൾ ഒരുങ്ങിയാൽ മതി. പക്ഷേ എന്ത് ചെയ്യണം? കൈ ഉയർത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മുടെ ടെറസിൻ്റെ മണ്ടയിലൊക്കെ കയറിയിട്ട് കൈ നീട്ടി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനോട് പറയണം, ഉണർവുണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചോദിപ്പിൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരുമെന്ന് കർത്താവ് പറഞ്ഞു. ഏത് പ്രതിസന്ധിയെ മാറ്റാൻ ഒറ്റ വഴിയുണ്ട്, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. എളിയവരുടെ ഉൾപ്പെടെ പല സഭകളുടെ ഉള്ള സൗക്കോട്ട ബാനായി. ആ സമയങ്ങൾ 1 വർഷത്തോളം ഹൈക്കോടതി കേസ് നടക്കുക. ഞാനും എൻ്റെ സുഹൃത്ത് പാസ്റ്റർ ജെയിംസും കൂടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും രാത്രി ആ മലയുടെ താഴ്വാരത്തിൽ കൂടെ പോയിട്ട് അങ്ങേ മലയിൽ നിന്നുകൊണ്ട് ഇങ്ങേ മലയിലോട്ട് കൈ നീട്ടി പ്രാർത്ഥിക്കും. ദൈവമേ, തീങ്ക മെഴുകുരുകും, കാറ്റിങ്ക പുക പതറും, തീങ്ക മെഴുകുരുകും. ഇന്നത് ഡീംഡ് ലൈസൻസായിട്ട് അപ്രൂവലായിട്ടുള്ളൊരു സെമിട്രി ആയിട്ട് മാറി. കൈ ഉയർത്തി പ്രാർത്ഥിക്കാമോ? ദേശത്ത് അത്ഭുതങ്ങൾ നടക്കും. കൈ ഉയർത്തി പ്രാർത്ഥിക്കാമോ? ദൈവപ്രവൃത്തികൾ നടക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം? കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ട നിന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? കമിഴ്ന്ന് വീണ്ടും പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും? യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം? നിലത്ത് വീണ് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? നിലവിളിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കാം? നിശബ്ദമായി പ്രാർത്ഥിക്കാം. ഹന്ന ദൈവസന്ധി നിന്നുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? നിന്നിരുന്ന ഒരു സഹോദരിയില്ലേ, അത് ഞാനാ. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. പല നിലകളിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക പ്രാർത്ഥിക്കാൻ. മുട്ടയിൽ നിന്ന് കരങ്ങൾ ഉയർത്തി, കമിഴ്ന്ന് വീണ് കരങ്ങളെ ഉയർത്തി നിന്ന് നിശബ്ദമായി നിലവിളിച്ച് ഒക്കെ പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നു, സിയോൻ പുത്രിയുടെ മതിലെ ഓലയോല കരയുക, ജനത്തിൻ പത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലയെ എന്താക്കണം? വെള്ളമാക്കണം. എൻ്റെ കണ്ണിനെ കണ്ണീരുറവാക്കണം. ഇനിയും പ്രാർത്ഥിച്ച എന്ത് സംഭവിക്കും? ലൂക്കോസ് സുവിശേഷത്തിൽ ഞാൻ വായിക്കുന്നു, ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം എന്തു ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞ്, സദാകാലം എന്തു ചെയ്യണം? പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ. ഇതുപോലെ ഉപവാസം 18ാമത്തെ ദിവസം അന്ന് ഞങ്ങൾ ഉപവസിക്കാനൊരു കാരണമുണ്ട്. എന്നോടൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, കുറേ നാളുകൾക്ക് മുമ്പ് നീ ഒരു വചനം വായിക്കണം. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വചനമായിരുന്നു. അതെന്തായിരുന്നു? ഈ സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും എന്തു ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇത് കേട്ടുടനെ ഞങ്ങൾ ഉപവാസം വെച്ചു. 21 ദിവസത്തെ ഉപവാസം. ഒരു വലിയ ദൈവപ്രവൃത്തിയിലാണ് അത് വെച്ചത്. അത് 21-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങളാണ് വെച്ചത്. 18ാമത്തെ ദിവസം എല്ലാ ദിവസവും ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. 18ാം ദിവസം ഞാൻ ഒരു കൺവെൻഷൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് എനിക്ക് വിളി വന്നു. ഞങ്ങളുടെ സഭയിലുള്ളൊരു കുഞ്ഞ്, അവന് 3 മാസം പ്രായമായൊരു കുഞ്ഞുണ്ട്. കൊച്ചി ഇറക്കനാണ്, നല്ല പയ്യൻ, റീസൺ മാരീഡാ. അവനൊരു ഗൾഫിലായിരുന്നു, റിസഷൻ മൂലം ജോലി പോയി വന്നതാണ്. അവൻ റാന്നിയിലുള്ളൊരു LIC കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പ്ലംബിങ് വർക്ക് ചെയ്യുക. അവൻ്റെ കയ്യിരുന്ന ലാഡർ പൊക്കിയപ്പോൾ ആ ലാഡർ കയ്യിൽ നിന്ന് പോയിട്ട് തൊട്ടടുത്തുള്ള മെയിൻ ഇലക്ട്രിക് ലൈനിലേക്ക് ചെന്ന് മുട്ടി. അവിടുന്ന് അവൻ വീണു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. മരിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടർ മാറ്റിയിട്ടു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നൊരു ഡോക്ടർ ആനന്ദ്, അദ്ദേഹത്തിനൊരു സംശയം, മരിച്ചു. വീണ്ടും CPR കൊടുത്തു. അവരനക്കം കണ്ടപ്പോൾ അദ്ദേഹം തന്നെ അവനെ ആംബുലൻസിൽ പെട്ടെന്ന് കയറ്റി CPR കൊടുത്തുകൊണ്ട് അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കയറ്റിയപ്പം ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്റർ ഇടാം, പക്ഷേ കിട്ടിയിട്ടും കാര്യമില്ല, ബ്രെയിൻ ഡെത്തായിരിക്കും. എന്നാലും ഞങ്ങൾ പറഞ്ഞ് ഇട്ടു. രാത്രി എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ചു. 18 ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞു പോകാൻ. ഇനി ഇവൻ്റെ മരണമായിരിക്കുമോ?
പക്ഷെ അത്ഭുതം, രാവിലെ അവൻ ICU ഷിഫ്റ്റായി. കേക്ക്, പിറ്റേ ദിവസത്തെ വാർത്ത ഓർമ്മയില്ല, പക്ഷെ അന്ന് തന്നെ മെമ്മറി റിക്കവറായി, ഡിസ്ചാർജായി. വീട്ടിൽ വന്നിട്ട് പറഞ്ഞ്, അച്ഛാ വീട്ടിലൊരു പ്രാർത്ഥന വെക്കണം. അച്ഛൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വെക്കാം. അങ്ങനെ അവൻ്റെ വീട്ടിലൊരു സ്തോത്ര പ്രാർത്ഥന എൻ്റെ സമയത്ത് വെച്ചു. ഞാനൊരു സ്തോത്ര പ്രാർത്ഥനയ്ക്ക് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. വീട്ടിൽ പന്തലെല്ലാം ഇട്ടിട്ടുണ്ട്, മൈക്കെല്ലാം വെച്ചിരിക്കുന്നു, ആളുകളെല്ലാം ഉണ്ട്. അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം അവൻ ആൾക്കാരെ വിളിച്ചു. വീടിനകത്ത് ചെന്നപ്പം 250 പേർക്കുള്ള ചിക്കൻ ബിരിയാണി വേകുക. ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സാക്ഷിയൊന്നും പറയാൻ എന്നോട് പറയില്ല, എനിക്കറിയത്തില്ല പറയാൻ, പക്ഷെ ഞാൻ പറയുന്ന പോലെ അച്ഛൻ പറയണം. ഞാൻ എന്താ പറയണ്ടേ? കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ എൻ്റെ ശവം വെക്കാൻ, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫുഡ് കൊടുത്തതിനെ ബന്നും കാപ്പിയും അല്ലെ കഞ്ഞിയും പയറും, മരണ വീട്ടിൽ കൊടുക്കുന്ന ഫുഡ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ കൊയറ് പാടിയനെ സമയാമാൻ രഥത്തിൽ, ഇന്ന് കൊയറ് പാടുന്ന സ്തോത്രഗാനം, ഇന്ന് കൊടുക്കുന്ന ചിക്കൻ ബിരിയാണി, ഇന്ന് പന്തലിട്ടത് സ്തോത്ര പ്രാർത്ഥനയ്ക്ക്. കാരണം കൂടെ പറയണം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. പ്രിയരെ, പ്രാർത്ഥിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ എന്തു ചെയ്യും? ഒഴിഞ്ഞു പോകും. പറഞ്ഞേ, കർത്താവ് പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്തു ചെയ്യും? ഒഴിച്ചു വിടും. മനസ്സിലാകുന്നുണ്ട്? ഉപവാസ പ്രാർത്ഥന ഒരു യുദ്ധമാണ്. എന്തിനാ? ഒഴിഞ്ഞു പോവുകയാണ് ഒത്തിരി കാര്യം. നിങ്ങൾ അറിയുന്നില്ല. ഇവിടെ വരാത്ത, ഉഴപ്പുന്ന, വല്ലപ്പോഴും വരുന്ന, ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് പോലും വേണ്ടി ഈ പ്രാർത്ഥനയിൽ ഇതിൻ്റെ കവറേജിലുള്ള ഓരോ വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് എല്ലാം ദൈവം ഒഴിച്ചു വിടുകയാണ്. ഒരു സഭ ഉപവസിക്കുമ്പോൾ ആ സഭയുടെ കവറേജിലുള്ള വീടുകളെ ദൈവിക സംരക്ഷണത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴിഞ്ഞു പോകും. പോത്തില്ലേ? പോകും. നമ്മൾക്ക് സഭകളിലൊക്കെ വെളിപ്പാടും ദർശനമുണ്ട്. വെളിപ്പാടുകളുടെയൊക്കെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പലപ്പോഴും ഇരിക്കാറുണ്ട്. ഒരു രാത്രി എൻ്റെ ഫാദർ പറയുക, താഴെ ഞങ്ങളുടെ ഒരു ഓഫീസുണ്ട്, അവിടെ താഴെ ഒത്തിരി പോലീസൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇത് കേൾക്കുകയും പിന്നെ അങ്ങ് ഉപസിക്കുക. ആ അടുത്ത് വെച്ചു 7 ദിവസം പ്രാർത്ഥന ഒടിഞ്ഞു പോട്ട്. ആ സമയത്ത് ഈ തെക്ക് ഭാഗത്തുനിന്ന് എൻ്റെ കൂടെ ഒരു ഡ്രൈവറുണ്ട്. അന്ന് അവൻ എന്നോട് പറഞ്ഞ, അച്ഛാ എൻ്റെ ഭാര്യ, അവൻ റീസെൻ്റ് മാരീഡാ, എൻ്റെ ഭാര്യ വീട്ടിലൊറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ അവളെയും കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുപോവാ, ഒരു വാടക വീട് എടുത്ത് തരാം. പിന്നെ ഞാൻ ഓർത്തു ഞാനും അവനും കൂടെ വരുമ്പോൾ ഒത്തിരി രാത്രിയാകും, പെണ്ണ് തന്നെയാണ്, അപ്പോൾ ഒരു വാടക വീട് എടുത്താൽ ഒരു പ്രശ്നം, അവൾ ഒത്തിരി ലേറ്റായിട്ട് വന്നാൽ അവൾ ഒറ്റയ്ക്ക് നിൽക്കണ്ട. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യണം, ഈ താഴത്തെ ഓഫീസ് മുറി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി തരാം, അത്യാവശ്യം നീ നമ്മൾ വരാൻ താമസിച്ച് അവൾക്ക് വീട്ടിലോട്ട് വന്നിരിക്കാം, അപ്പം നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് കിടക്കുകയും ചെയ്യാം. ശരി. അങ്ങനെ ആ മുറി ഞാൻ പെട്ടെന്ന് സെറ്റപ്പാക്കി കട്ടനൊക്കെ ഇട്ട് ഇവർക്ക് കൊടുത്തു. ഞങ്ങളിങ്ങനെ പോകും. ഈ പെൺകുട്ടിക്ക് ഇപ്പോഴത്തെ പല പെൺപിള്ളേർക്കും ഉള്ളൊരു പ്രശ്നമുണ്ട്. നേരത്തെ അവനെ കണ്ടില്ലേ വിളിച്ചുകൊണ്ടിരിക്കും, കൊണ്ടുകൊണ്ടുകൊണ്ടുകൊണ്ടാന്ന് വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഡീ കൊച്ചെ ഒരു ഉപകാരം ചെയ്യണം, ഞാൻ പോകുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഡ്രൈവറെ വെച്ചേക്കുന്നത്. അപ്പം നീ കൂടെ ഫോൺ എടുത്ത പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യും, നീ ഓടിക്കുക, ഞാൻ ഓടിക്കാം, നീ ഫോൺ എടുക്കുക. അല്ല ഇപ്പം എന്തോ ചെയ്യും? അവളെ കൂടെ പറഞ്ഞ് അങ്ങനെ വിളിക്കും. ഏതായാലും ഒരു ദിവസം ഈ യോഗം നടക്കുക. അപ്പോൾ താഴത്തെ പോലീസിനെ കണ്ടുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത്. ഈ കൊച്ചു വന്നു, അതിനെ കിടത്തി. ഒരു ദിവസം രാത്രി കേൾക്കണം, യോഗം കഴിഞ്ഞ് ഞാൻ അവിടെ ഇല്ല, ഒരു പാസ്റ്റർ യോഗമുണ്ട്, പ്രസംഗിക്കാൻ വന്ന് ശുശ്രൂഷ കഴിഞ്ഞാൽ ഉടനെ പുള്ളിയെ വിടണം, ആ പോകുന്ന വഴിക്കൊരു വീട്ടിൽ പ്രാർത്ഥിപ്പിക്കണം. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, യോഗം കഴിഞ്ഞ് പുള്ളി ഒരു പാട്ട് പാടുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോരാ, എന്നാലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. യോഗത്തിനിടയ്ക്ക് പാട്ട് പാടി ആരാധന നടക്കുമ്പോൾ അദ്ദേഹം വന്നു, ഫുഡ് കഴിച്ചു, അദ്ദേഹത്തെ കൊണ്ട് വീട്ടിൽ പോകണം, വണ്ടിയെ കയറ്റി വിടണം, എൻ്റെ ഭാര്യ കൂടെ കയറി, കാരണം ഒരു വീട്ടിൽ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഈ പയ്യൻ വന്നു, വണ്ടി എടുത്തു, ഭാര്യ കയറി, പാസ്റ്റർ കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഈ കൊച്ചു ഓടി യോഗത്തിനിടയ്ക്കൊന്ന് വന്നു. അച്ചാച്ച എവിടെ പോവുക? അച്ചാച്ചൻ പറഞ്ഞു, നീ പോയിരിക്കും യോഗത്തിന്. അവനങ്ങ് പോയി. ഇത് നേരെ എവിടെ പോയി? ഓഫീസിലോട്ട് പോയി. കഥ കടച്ചു. യോഗം കഴിഞ്ഞു, ആൾക്കാരെ ജീപ്പേ തിരിച്ച് ട്രിപ്പ് അടിക്കുമ്പം കുറച്ച് പേര് അവിടെ ഇറങ്ങിയിരുന്നു. അതിന് പ്രായമുള്ളൊരു ആൻറ്റി ചുമ്മാ ചെന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഇത് അവിടെ കെട്ടി ഞാലുക. ഒറ്റ നിമിഷം ഇത് തല്ലിപ്പൊളിച്ച് അവർ കയറിയില്ലായിരുന്നു, അത് കെട്ടിയാന്നേന്. താഴത്തെ ഒരു വെളിപ്പാടാ. എന്താ? പോലീസ് നിൽക്കുന്നെന്ന്. തീരത്തില്ലേ, കഥ മാറത്തില്ലേ, പറയാൻ എളുപ്പമാണ്. പക്ഷെ സഭ 7 ദിവസം ഉപവാസത്തിൻ്റെ 6ാം ദിവസമാണ് ഇത് പൊട്ടിപ്പോകുന്നേ കണ്ടത്. അതിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ഭൂതം കാണിച്ച പരിപാടി, ഒരു പൈശാചി ശക്തി എന്നെ കെട്ടിച്ചാലിച്ച്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയുടെ ഉപവാസത്തിന് മുമ്പിൽ അങ്ങ് ഒഴിഞ്ഞു പോവും. സഭ ഉപവസിച്ചാൽ ഇന്ന് ഒഴിഞ്ഞു പോകാത്ത ഒന്നുമില്ല.
ഈ സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണ്ടേ? മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാൻ എന്താക്കണ്ടേ? പ്രാപ്തരാക്കണ്ടേ? ഒറ്റ വഴിയേ ഉള്ളൂ. എന്തോ ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ. എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെല്ലാം ശീലിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? കവിണ്ണ് വീണ് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? ഹല്ലേലൂയ, നടന്ന് പ്രാർത്ഥിക്കാം. എരിഹോ മതിലിന് ചുറ്റും അവരെന്ത് ചെയ്തു? നടന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദേശത്തൂടെ കുറുകയും നെടുകയും നടക്കണം. നടക്കുമ്പോൾ എന്ത് ചെയ്യണം? അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. എങ്ങനെ പ്രാർത്ഥിക്കാം? ആത്മാവിൽ പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ 14 പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കാം. എങ്ങനെ? ബുദ്ധി പ്രാർത്ഥിക്കും. പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കാം, ബുദ്ധി പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ ദിവസം തബീത മരിച്ച് പത്രോസ് മുട്ടുകുത്തിയപ്പം ശവം എഴുന്നേറ്റെങ്കിൽ മരിച്ചു എന്ന് കരുതിനെ പോലും എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒന്നുണ്ട്, പ്രാർത്ഥനയാണ്. റഗന റബന ഹദന റിഗന റബല ഹദന റിഗന രഗന. മരിച്ചു എന്ന് പറയുന്നത് പോലും എഴുന്നേക്കും പ്രാർത്ഥിച്ചാൽ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് കണ്ണീരൊഴുക്കിക്കോ. അതിൻ്റെ മുമ്പിൽ നടക്കാത്തൊരു അത്ഭുതമില്ല. അവർ അർദ്ധരാത്രി പ്രാർത്ഥിച്ചു. ഈ 18ാമത്തെ പകലിൽ ഹൃദയം നുറുങ്ങി ദൈവസന്ധി നിൽക്കുന്ന ഓരോരുത്തരും പറയട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ ഒരു കാണോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ആവോളം കസേരകൾ മടക്കി വെച്ച് മുട്ടയെ കുത്തിക്കാട്ട് കസേരകൾ മടക്കി കുഞ്ഞുങ്ങൾ പതുക്കെ വെക്കണം. മൊബൈല്, വേദപുസ്തകമൊക്കെ ശാന്തമായി അടുക്കി വെക്കണം. അന്തരീക്ഷം പോകരുത്. കസേരകളിൽ ഇരിക്കേണ്ടവർ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ അല്ലാത്തവരൊക്കെ മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കസേരകളൊന്നും അടുക്കി വെച്ചാൽ ഇച്ചിരി സ്പേസ് കിട്ടിയാൽ നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾ ഒരു സൈഡിലോട്ട് അടുക്കി വെച്ചാൽ കുറച്ച് യു മേ ഗെറ്റ് മോർ സ്പേസ്. പക്ഷേ ഇന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം തന്നെ ഒരു കാര്യം, ഒന്ന് കസേരകൾ അടുക്കി വെച്ചിട്ട് കുടുംബങ്ങളായി ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളവർക്ക് യു ഹാവ് ദ ഫ്രീഡം. നമുക്ക് സ്ഥലപരിമിതിയുണ്ട്, സാരമില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു മൂലയിൽ കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോണേ. ദാറ്റ് ഈസ് അപ് ടു യു. കുടുംബങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ യു ക്യാൻ കോൾ യുവർ ഫാമിലിയെ വിളിച്ചിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം. യൂറോപ്പിലുണ്ടായ ഉണർവ് ഇന്ത്യയിലുണ്ടാകണം. ആ ഒറ്റ സംഭവത്തെ തുടർന്ന് യൂറോപ്പിലേക്ക് എൻട്രി ആയിരുന്നു. അടഞ്ഞ വാതിലുകൾ തുറക്കുകയായിരുന്നു. പട്ടണത്തിൻ്റെ വാതിലുകൾ തുറക്കുകയായിരുന്നു. ഗൗരവമായ പ്രാർത്ഥനയാണ്. ഒരു കുഞ്ഞുകളിയല്ല. മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതെല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ പ്രായമുണ്ട്, എനിക്ക് മുട്ടുകുത്താൻ പാടുള്ളവരാരും മുട്ടുകുത്തല്ലേ. അവർ എഴുന്നേറ്റ് നിൽക്കുകയോ കസേര ഇരിക്കുകയോ ഒക്കെ ചെയ്തോണേ. പ്രായമുള്ളവരോ ബുദ്ധിമുട്ടുള്ളവരോ ശാരീരിക പ്രയാസങ്ങളുള്ളവരോ അതനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥയനുസരിച്ചിരിക്കുക. ബാക്കിയുള്ളവരൊക്കെ അതനുസരിച്ച് ചെയ്യുക. പക്ഷേ പ്രാർത്ഥന മാത്രം നടക്കണം. ഗൗരവമായി പ്രാർത്ഥിക്കണം. തബീത എഴുന്നേറ്റ് വന്നതുപോലെ അപ്പോസ്തലനായ പത്രോസിനെ വിളിച്ച് അവൻ ശവത്തിൻ്റെ നേരെ അവിടുന്ന് തിരിഞ്ഞും പ്രാർത്ഥിച്ചപ്പോൾ ശവം ജീവിച്ചെങ്കിൽ എത്ര മരിച്ചു എന്ന് കരുതിയും ജീവിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയായി മാറും. ശക്തമായി പ്രാർത്ഥിക്കുക. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മുൻപോട്ടൊക്കെ കയറിയിരുന്നൊക്കെ പ്രാർത്ഥിച്ചു. ഉള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കുക. പ്രിയരെ, ഹൃദയത്തിൽ നിന്ന് പറയട്ടെ, നാട്യങ്ങളില്ലാതെ പറയട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ എത്രയോ രാത്രികളിൽ ഞാൻ കമന്ന് കിടന്നിട്ടുണ്ട്. ഒരു ദിവസമല്ല. ഒഴിവാക്കപ്പെട്ടു എന്ന് തോന്നിയ രാത്രികളിൽ, മുമ്പോട്ട് പോകാൻ കഴിയാത്ത രാത്രികൾ. ആരും കാണാതെ എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ റെസ്റ്റ് റൂമുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ച് സങ്കടങ്ങളും ഹൃദയങ്ങളുടെ ഭാരങ്ങളെല്ലാം പകർന്ന് ഒപ്പം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്
18ാമത്തെ പകല. ഈ കഴിഞ്ഞ 18 ദിനങ്ങൾ, 17 ദിനരാത്രങ്ങളും 18 പകലും ഇവിടെ ഉയർന്ന വചനങ്ങൾ, ഇവിടെ മുഴങ്ങിക്കേട്ട പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. ദൈവികമല്ലാത്ത സകല ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. ദൈവികമല്ലാത്ത സകല ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. വലിയ അത്ഭുതങ്ങളെ കർത്താവ് ഇന്ന് പകലിൽ ചെയ്യും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കും, തുറക്കാതെ വണ്ണം അടയ്ക്കും. വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള എൻ്റെ ദൈവം, ആ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. മാറയെ മധുരമാക്കും. അമാലേക്ക് ശക്തികൾ യുദ്ധത്തിന് വരികയാണ്. പക്ഷേ മോശ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി പ്രാർത്ഥിച്ചു, കരമുയർത്തി. യേശുവേ, ഈ ജനത്തോട് കരുണ തോന്നണേ. കഴിഞ്ഞ 18 ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നെഞ്ചുരുകി അവരുടെ സങ്കടങ്ങളെ ദൈവസന്ധി പകരുന്ന പ്രതീക്ഷയോടെ ഈ ദിവസങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഈ ജനത്തെ ഓർക്കണമേ. ഒപ്പം ലൈവിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നിരിക്കുന്നവർ, എവിടേക്കോ ഭവനങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ജനം, ഇവരോടൊക്കെ കർത്താവ് കനിവാകണേ. വടിയുടെ കുറവ് തീർക്കുന്നവനെ, ശക്തി കൊണ്ട് അരമുറുക്കുന്നവനെ, രേഖകളെ തിരുത്താൻ കഴിവുള്ള ദൈവമേ, ഉന്നതനും അതിൻ്റെ മുകളിൽ അത്യുന്നം ജാഗരിക്കുന്നുണ്ടല്ലോ. രാജാക്കന്മാരുടെ ഹൃദയത്തെ നീർത്തോട് പോലെ തിരിക്കും ദൈവമേ. കേസുകളെ കർത്താവെ ഗതി മാറ്റിവിടാൻ കഴിവുള്ളവനെ, രേഖകളെ തിരുത്താൻ കഴിവുള്ള ദൈവമേ. റഗ, നഗതന, ഹംദന, ശബന, മെഡിക്കൽ റിപ്പോർട്ടുകളിൽ കർത്താവെ കൊടുത്തിരിക്കുന്ന ഫാക്ട്സ്, അത് എത്ര മെഡിക്കലി പ്രൂവൺ ഫാക്റ്റാണെങ്കിലും അടിപ്പിണരുകളാൽ സൗഖ്യം കൊടുത്ത് അതിനെ തിരുത്താൻ കഴിവുള്ള ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്താൽ ഈ ആലയത്തിനകത്ത് രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഈ ആലയത്തിനകത്ത് രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ കർത്താവേ. അവിടെ തലമുറകളുടെ മേലുള്ള ഭാരങ്ങൾ മാറട്ടെ. എൻ്റെ കുഞ്ഞ് അവിടെ ബുദ്ധിമണ്ഡലം തുറക്കട്ടെ കർത്താവേ. അവർ കൂട്ടുകാരി പരമായ ആനന്ദ തൈലം കൊണ്ട് നിറയപ്പെടട്ടെ. കൂട്ടുകാരി പരമായ ആനന്ദ തൈലം കൊണ്ട് അവർ നിറയപ്പെടട്ടെ. ബുദ്ധി കുറഞ്ഞ മക്കൾക്ക് ബുദ്ധി കൊടുക്കണേ. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണല്ലോ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണല്ലോ. എൻ്റെ ദൈവം നിന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കണേ. മരണപ്പെട്ടു, നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നത് ജീവിക്കണേ. രോഗബന്ധനങ്ങൾ അഴിയണമേ. കേസുകൾ മാറണമേ. രേഖകളെ തിരുത്തണമേ. നിഷ്ഫലമായി പോകട്ടെ ചിലത്. വിവാഹപ്രായമെത്തിയവർക്ക് വേണ്ടി പ്രവർത്തിക്കണേ. വിദ്യാഭ്യാസ ഭാവി അടഞ്ഞവർക്ക് വേണ്ടി തുറക്കണേ. 2024 ദൈവത്തോടൊപ്പം നടക്കുന്ന വർഷമാക്കണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈവിടല്ലേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൈവിടല്ലേ. വൃദ്ധരെ സഹായിക്കണേ. അവർ കഷ്ടത്തിലാകല്ലേ. വലിയ രോഗബന്ധനങ്ങളെ മാറ്റണമേ. ബ്ലഡ് കൗണ്ടുകളെ നോർമലാക്കണേ. കർത്താവിൻ്റെ കരുതൽ അവർക്ക് വേണ്ടി വെളിപ്പെടണേ. ഇന്ന് രാത്രി, ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ.
പ്രാർത്ഥിക്കുന്ന അതാ ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ കുഞ്ഞുങ്ങളിലേക്കും ദൈവാനുഗ്രഹം അറിയുവാൻ രോഗങ്ങൾ മാറ്റണേ, പ്രയാസങ്ങളെ മാറ്റണേ, ക്ഷീണങ്ങളെ മാറ്റണേ. എൻ്റെ കർത്താവേ, കണ്ണീരെല്ലാം തുടയ്ക്കുന്ന ദൈവമേ, ദൈവം താൻ അവിടെ കണ്ണീരെല്ലാം തുടയ്ക്കും. ദൈവം താൻ അവരുടെ കണ്ണീർ. എൻ്റെ അപ്പാ, നിങ്ങളുടെ ജനത്തോട് കരുണ തോന്നണേ. റിബല ഘടകന ശബരബരബരബരബര ഹൃദയം സന്നിധി പകരുക കർത്താവേ. ഇവർക്കെതിരായി നിൽക്കുന്ന സകല പ്രശ്നങ്ങളും ഇന്ന് മുട്ടുകുത്തട്ടെ. എല്ലാ മുട്ടും മടക്കുന്ന, എല്ലാ നാവും കർത്താവെന്ന് ഏറ്റു പറയുന്ന, ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി കർത്താവെ, അവിടെ പ്രതിസന്ധികൾ, പർവ്വത സമാനമായ പ്രശ്നങ്ങൾ അവിടെ മുമ്പിൽ മുഴങ്കാലുകൾ മടക്കട്ടെ, മുട്ടുമടക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു 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 കർത്താവേ, അവിടെ മുമ്പിൽ മുട്ടുമടക്കട്ടെ, അവിടെ മുമ്പിൽ മുട്ടുമടക്കട്ടെ, മുട്ടുമടക്കട്ടെ. വലിയ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, 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 മാറിപ്പോകട്ടെ. രേഖം ദേനം 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 ദേരം 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 ശാരം ധാരം താരം 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 താരം. ഇവിടെ കൊത്തലകളിൽ സ്വൈരുവാരമനകളിൽ സമാധാനം ഉണ്ടാകട്ടെ.